നിത്യ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ബാക്ക് ടെസ്റ്റിൻ്റെതൊക്കെ എവിടെ? ഞാൻ ഇട്ടിട്ടുണ്ട്. 15 ആയിട്ടില്ല. അതിലെന്താ MSSും BSSും ഒക്കെ ഞാൻ ഇനി വരച്ച് തരുന്നോ? ഓക്കെ. ഇനി അബ്ദുള്ള, ജിതിൻ, ഉമർ, അമൽ, ക്രിസ്റ്റോ. ഓക്കെ. അതിനുണ്ട് ക്രിസ്റ്റോ എത്രണ്ണം ചെയ്തു ഇതുവരെ? സാർ ഞാനിപ്പോ ലൈവില് ആകെ 2 ചെയ്തുള്ളൂ. പിന്നെ എൻട്രീസ് നല്ല രീതിക്ക് കിട്ടിയില്ല. സാറ് പറഞ്ഞ കൺഫർമേഷൻസിന്ന് തന്നെയാണ് ട്രേഡുകളെല്ലാം റിവേഴ്സ് ആയി എത്തുന്നത്. അതുകൊണ്ട് ഞാൻ എടുക്കാണ്ട് ഇങ്ങനെ വിട്ടു. പക്ഷെ കുറെ എണ്ണം അത് വിന്നാവുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇപ്പൊ ഓരോ ലെവല് പറഞ്ഞില്ലേ, ഈ കുറെ എണ്ണൊക്കെ ഇംബാലൻസിന്ന് തന്നെ സെക്കൻഡ് നമ്മുടെ തേർഡ് റീടെസ്റ്റ് വരേണ്ട പോയിന്റ് ഇംബാലൻസിന്നൊക്കെ കുറെ എണ്ണം ഇറങ്ങി വരുന്നു. ഇന്നിപ്പോ 1-2 ഞാൻ അങ്ങനെ കണ്ടായിരുന്നു. അപ്പോൾ അത് സ്പോട്ട് ചെയ്ത് അങ്ങനെ വന്നപ്പോ ഞാൻ ആ ട്രേഡ് എടുക്കാണ്ട് പോയി. പക്ഷെ അത് ട്രേഡ് വിന്നായി, പക്ഷെ ഞാൻ എടുത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ സ്നാപ്പ് ഒന്നും ഇട്ടില്ല. അങ്ങനെ എല്ലാം വരച്ചെല്ലാം വെച്ചെല്ലാം വന്നായിരുന്നു, പക്ഷെ എടുത്തില്ല. അതൊന്നും എനിക്കൊന്നുകൂടി ഒന്ന് സെറ്റാക്കാണ്ട്. സെറ്റാക്കാൻ സമയമൊക്കെ കഴിഞ്ഞു. കാരണം നിങ്ങൾ പെർഫെക്ഷന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പെർഫെക്ഷൻ വിട്ടിട്ട് നിങ്ങൾ അത് ചെയ്യണം. അങ്ങനെ നിങ്ങൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞ പരിപാടിയില്ല, നടക്കില്ല. അതാണ് പ്രശ്നം. നിങ്ങൾ ഫെയിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ പറഞ്ഞത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നതും അത് ലൈവ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ എഴുതിയിടുന്നത് കണ്ടല്ലോ. അപ്പോൾ ക്രിസ്റ്റോ ഡിലേ ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ആ പരിപാടി ശരിയാവില്ല. കാരണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ നമ്മളിപ്പോ ശരിയാവാൻ വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം ചെയ്താലേ നമുക്ക് അതിൽ റിസൾട്ട് ഉണ്ടാവും. അല്ല സാറേ, ഞാൻ ചെയ്തിട്ട് ഞാൻ സ്നാപ്പ് എടുക്കുന്നുണ്ട്. പക്ഷെ അത് ട്രേഡ് എടുക്കുന്നുണ്ട്. പക്ഷെ ട്രേഡ് എടുക്കാത്തോണ്ടാണ് ഞാൻ പിന്നെ ആ ടൈം അത് ഞാൻ പിന്നെ ഇടാത്തവര് സ്ക്രീൻഷോട്ട് എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഡെമോ എടുക്കാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് റിയൽ ട്രേഡ് അല്ല. അല്ല അങ്ങനെയല്ല, ഒരു സാറ് റിയൽ പോലെ വെക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ. അമൽ എത്രയായി? ഞാനിപ്പോ 12 എണ്ണമായിട്ടുണ്ട്. അമലിന് എന്താണ് ലാസ്റ്റ് വരച്ച 2 ബിഫോർ ആൻഡ് ആഫ്റ്റർ അല്ലേ? അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ കുറെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന മാത്രമേ ഇടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ബിഫോർ ഇടാഞ്ഞത്. ഇതിനൊന്നും ഞാൻ സത്യമായിട്ട് പറഞ്ഞത് ബിഫോർ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ആ ജേണലൊന്നും എനിക്ക് ഷെയർ ചെയ്തേ. അത് ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടല്ലോ. ജേണൽ ചെയ്യണില്ലല്ലോ? ഇല്ല, ജേണൽ ചെയ്യുന്നില്ല. ജേണൽ ഒന്നും എൻട്രി ഇട്ടിട്ടില്ല ഇതുവരെ. ജേണൽ ആക്കി വെച്ചിട്ടേ ഉള്ളൂ. ഞാൻ ആ മുകളിലുള്ള 12 ട്രേഡിലും ജേണൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ചാനലൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ട്രേഡ് മാത്രം എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചാനൽ റിയൽ ട്രേഡ് തുടങ്ങുമ്പോൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നു. ഓരോരുത്തരുടെ അവസ്ഥ അമലിന്റെ അവസ്ഥ. അജീഷ് എന്തായ അവസ്ഥ പറയും? അജീഷിന്റെ എത്ര ഹലോ പറയും? സാർ ഞാൻ 11 ട്രേഡ് എടുത്തിട്ടൊന്നും മൊത്തം ജേർണലിൽ ചെയ്തിട്ടില്ല. ഓക്കെ. ഉമ്മർ എന്താ തരണേ? സാർ 10 കേൾക്കുന്നില്ലേ? കേൾക്കണ്ട. ജേണൽ ചെയ്തിട്ടുണ്ടോ? ജേണല് അത് ശരിയായിട്ടില്ല. ഞാൻ കുറെ 2 വട്ടം ശ്രമിച്ചാണ്. പിന്നെ സാറിന്റെ വീഡിയോ കണ്ടിട്ട് ചെയ്തത്. പക്ഷെ എന്തോ 11 മിനിറ്റ് ഒക്കെ അതിന് ശേഷം പിന്നെ മാറിപ്പോണ്ട് ശരിയാവണില്ല. ശരിയാണോ? എന്താണോ ക്ലിയർ ആവണ്ടേ? നമ്മളെ നോക്കി മതി. 2 ആഴ്ച കേട്ടോ. ജേണൽ ഇപ്പൊ തന്നിട്ട് 2 ആഴ്ച. ഓക്കെ. നിത്യ ചാനൽ ചെയ്യുന്നുണ്ടോ? അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ. ജിതിൻ എന്തായി? ജിതിൻ എത്ര ട്രേഡ് ആയി? സാറേ ഞാനിവിടെ UAE-ലാണുള്ളത്. അപ്പോൾ ജേണൽ ഇവിടെ ഓപ്പൺ ആകുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെയാണ് ജേണൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയത്, ആ വീഡിയോയിൽ പറഞ്ഞ പ്രകാരമെല്ലാം. പിന്നെ എനിക്ക് പനിയായിരുന്നു, ഇപ്പോഴും പനിയാണ്. പക്ഷെ ഇന്നലെ ഒന്നും സിസ്റ്റം നോക്കാനേ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. പക്ഷെ എനിക്ക് ലൈവ് ടെസ്റ്റ് 6 എണ്ണം കിട്ടി. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കൺസോളിഡേഷൻ ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഒന്നും കിട്ടിയില്ല.
6 ലൈവ് ടെസ്റ്റ് കിട്ടി. ഓക്കെ. അബ്ദുള്ള എന്തായി? എത്ര ട്രേഡായി? എന്താണ് സംഭവം? ജേണൽ എന്തായി? ട്രേഡ് 10-20 ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ അല്ല എനിക്ക് വേണ്ടത്. 10-20 ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെയുള്ള നമുക്ക് കൃത്യമായിട്ടുള്ള കണക്കാണ് വേണ്ടത്. എത്ര എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കണക്കാണ്. 21 ചെയ്തു. ഓക്കെ. ജേണലോ? ജേണല് അത് പകുതിയായിട്ടുള്ളൂ ക്രിയേറ്റ് ചെയ്തിട്ട് രണ്ടാഴ്ച. ഓക്കെ ഓക്കെ ഓക്കെ. മ്യൂട്ട് ചെയ്തോളൂ. ഇതില് സംസാരിച്ച ആൾക്കാരോടൊക്കെ പറയുകയാണ്, ഒന്ന്, നിങ്ങളില് ഒരാളെങ്കിലും സക്സസ് ആവണമെങ്കിൽ, ഇത് സംസാരിച്ച ഒരാളെങ്കിലും സക്സസ് ആവണമെങ്കിൽ ജേണൽ എന്ന് പറഞ്ഞ പരിപാടി ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ജേണൽ എന്ന് പറഞ്ഞ പരിപാടി ഇല്ലാതെ നിങ്ങളാവില്ല. എഴുതി വെച്ചോ. എന്തു വേണമെങ്കിലും അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും തലകുത്തി നിന്നോ. ജേണൽ എന്ന് പറഞ്ഞ പരിപാടി ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് സ്ക്രീൻഷോട്ട് ഇടുക. ഇത്രയും ചെയ്ത് വെച്ച് സ്ക്രീൻഷോട്ട് ഇട്ട് ചെയ്തു വെച്ച ആളുകൾക്ക് അല്ലെങ്കിൽ അത്രയും ചെയ്ത ആളുകൾക്ക് ജേണലിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പരിപാടി ചെയ്തിട്ടും കാര്യമില്ല. കാരണം എല്ലാം നിങ്ങൾ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ടിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതേ സംഭവം തന്നെ നിങ്ങൾക്ക് ജേണലിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുക്കുന്ന പകുതി സമയം വേണ്ട അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാനും കാര്യങ്ങൾ ചെയ്യാനും. ഇത്രയും ഇരുന്ന് കഷ്ടപ്പെട്ട് നമ്മൾ ആഴ്ചകളോളം ഇരുന്ന് അതിന്റെ പുറകിലിരുന്ന് ഓരോ കാര്യങ്ങളും ഇരുന്ന് ചെയ്ത് നിങ്ങൾക്ക് തന്നത്, ചെയ്തു തന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന വിചാരിച്ചിട്ടാണ്. അപ്പോ ജേണൽ എന്ന പരിപാടി നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ജേണൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ, ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ ട്രേഡിംഗ് ആണ് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് പറയുന്നതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കേണ്ട, രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ എടുക്കുന്ന ട്രേഡ് 100, 50, 1000, 10,000 ഒന്നുമല്ല. നിങ്ങൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞ പരിപാടി സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താണ്, നിങ്ങൾക്ക് ഇവാലുവേഷൻ സ്കില്ല് അല്ലെങ്കിൽ സെൽഫ് അനാലിസിസ് സ്കില്ല് എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇവാലുവേഷൻ ചെയ്യാനും സെൽഫ് അനാലിസിസ് ചെയ്യാനും നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾക്ക് കഴിവില്ല. അങ്ങനെ ഒരു കഴിവില്ലാത്ത ആള് നോട്ട് ചെയ്ത് വെച്ച്, ഇതൊക്കെ ഞാൻ പറയുന്നത് നോട്ട് ചെയ്ത് വെച്ച്, അങ്ങനെ കഴിവില്ലാത്ത ആള് തീരുമാനം എടുക്കാൻ കഴിയില്ല. തീരുമാനം എടുക്കാൻ കഴിയാത്ത ആള് എന്തുണ്ടാവില്ല, ഇവിടെ സസ്റ്റെയിൻ ചെയ്യില്ല. എനിക്ക് വേണ്ടിയല്ല, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടിയല്ല. അതിന്റെ വായിൽ കിടക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ നിങ്ങൾ കേൾക്കേണ്ടി വരും. പക്ഷെ എനിക്ക് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ സനുവിനെ കോണ്ടാക്ട് ചെയ്ത് സനു പറഞ്ഞു തരും ജേണലിൽ എന്താണ്. പക്ഷെ ഇനി കോണ്ടാക്ട് ചെയ്ത് സനു പറഞ്ഞു തരില്ല. 2 ആഴ്ചയായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇനി കോണ്ടാക്ട് ചെയ്യണ്ട. സനുവിനെ കോണ്ടാക്റ്റും ചെയ്യണ്ട, സനു പറഞ്ഞു തരില്ല 2 ആഴ്ചയായിട്ട്. കേട്ടോ? മറ്റെല്ലാവരോടും കൂടിയാണ് പറയുന്നത് ഇത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഒക്കെ പറഞ്ഞ സമയം കഴിഞ്ഞ് റിയൽ ട്രേഡിലേക്ക് വരാൻ പോകണം. പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞ് ഇനി മുതൽ റിയൽ ട്രേഡാണ്. നാളെ മുതൽ, ഇന്നൊരു ദിവസം കൂടി കിട്ടും, നാളെ മുതൽ റിയൽ ട്രേഡാണ്. മുൻപ് പറഞ്ഞ പോലെ മിനിമം ഒരു ട്രേഡെങ്കിലും അല്ലെങ്കിൽ 2 ട്രേഡെങ്കിലും നിങ്ങൾ ദിവസം എടുത്തിരിക്കണം. ഈ സ്ട്രാറ്റജി പ്രകാരം റിയൽ ട്രേഡ് എടുത്തിരിക്കണം. ആ റിയൽ ട്രേഡ് എടുത്ത ആളുകളെ, റിയൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എടുക്കേണ്ട ആളുകളെ ഞാൻ ലെവൽ 3യിലേക്ക് മാറ്റും. ലെവൽ 3യിലെ ആളുകൾ ഇടുന്ന പോലെ, അതായത് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്നാപ്സ് ഇടുക. ഒന്ന്. രണ്ടാമത് എന്താണ്, അതുപോലെ തന്നെ ഡെയിലി PNL ഇടുക. ഇവിടെ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ PNL എന്ന് പറഞ്ഞ പരിപാടി അവിടെ അപ്ഡേറ്റ് ചെയ്യണം. അതും ചെയ്തിട്ടില്ല. ലൈവ് ഡെമോ PNL എന്ന് പറഞ്ഞിട്ട് പരിപാടിയാണ്. അജീഷ് ഒരു ദിവസം കൊണ്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഒരാളും ചെയ്തിട്ടില്ല. അപ്പോ എനിക്ക് മനസ്സിലാവണില്ല. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങൾ ആ പറയുന്ന രീതിയിൽ പോകാൻ പറ്റൂ എന്നുള്ള ലെവലിലാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് പറ്റില്ല. ഡിസിപ്ലിൻ ഞാൻ മുന്നും പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒരു ട്രൈ ചെയ്യണം. നമ്മളിപ്പോ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ 1-2 ട്രേഡ് എടുത്തിങ്ങനെ വെക്കുക. ഇനി എനിക്കൊരു അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കലല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റാണ്. റിയൽ ട്രേഡ് എടുത്തോട്ടെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ തെറ്റുകളാണ് സംഭവിക്കേണ്ടത്. അപ്പൊ ആ തെറ്റുകൾ സംഭവിക്കാൻ പോലും നിങ്ങൾക്ക് എന്താണ് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയൽ ട്രേഡിൽ വരുമ്പോൾ നോക്കിക്കോ എങ്ങനെയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിക്കോ. ഓക്കെ, അത് പറയുന്നതിൽ ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് വിഷമം ഉണ്ടാവും, പക്ഷെ ഒരു രക്ഷയില്ല. കാരണം ഇത് അതിന്റെ യാഥാർത്ഥ്യമാണ് എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാണ്. ഓക്കെ, സാലിഹ് ഒന്ന് കൈവന്നിച്ച്. സാലിഹ് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു. എന്താണ് പ്രശ്നം സാലിഹെ? എനിക്ക് ലാൽ വണ്ണിൽ ഒന്നുകൂടെ ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട്. എന്തിനാണ് പറയുന്നത്? എനിക്ക് എന്തൊക്കെയോ ഒരു മിസ്സിങ്ങൾ പറയാം, പക്ഷെ എന്താന്ന് മനസ്സിലാവണില്ല. ക്യാപിറ്റൽ മിസ്സിംഗ് ആണ് സംഭവിച്ചു അതിന്? അല്ലല്ല, ക്യാപിറ്റലൊക്കെ അവിടുത്തെ തന്നിട്ട്. സത്യം അല്ല, ക്യാപിറ്റൽ ഫുൾ അവിടെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് സ്ട്രാറ്റജി ഇതൊക്കെ എന്താ പറയാ, എങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ലല്ലോ, പറയും. എനിക്ക് ഒക്കെ അറിയാം, പക്ഷെ നമ്മുടെ സിംഗിളായിട്ട് നമുക്ക് ഒക്കെ അറിയാം, പക്ഷെ ഒന്നായിട്ട് ഗ്രൂപ്പ് ആക്കുമ്പോ നമ്മൾ കൂട്ടി ചെയ്ത് വായിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നത്. ഇതല്ല, ഞാൻ ഇവരോട് പറഞ്ഞ കാര്യം തന്നെയാണ് സാലിഹിനോട് പറഞ്ഞത്. സാലിഹ് ഓരോ ദിവസവും നാളേക്ക് എന്നുള്ള കാര്യങ്ങളാണ് പ്രോസസ്സ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട്. എല്ലാ പ്രോസസ്സും സ്കിപ്പ് ചെയ്തത് നാളേക്കാണ്. തിരക്കുകളുണ്ട്, എനിക്ക് നാളേക്കാണ് എന്നുള്ളത്. എനിക്ക് അതിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ അജീഷാണ് കേട്ടോ. അജീഷ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 1-2 എണ്ണമെങ്കിൽ പോലും അജീഷ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാൾ അബ്ദുള്ള മുബാറക്കായിരുന്നു. തെറ്റ് വരയ്ക്കുകയാണെങ്കിൽ പോലും അവിടെ വർക്ക് ചെയ്തിരുന്നു. സാലിഹ് ഒക്കെ സ്കിപ്പിംഗ് ആയിരുന്നു. ഒക്കെ സ്കിപ്പിംഗ് സാലിഹ് ഇല്ലാന്നല്ല, അതിന്റെ റിസൾട്ട് സ്കിപ്പിംഗ് ആണ്. പിന്നെ ഞാൻ എന്തിനാണ് ലെവൽ 1 ഞാൻ സാലിഹിനെ വീണ്ടും കൊണ്ടുവന്നിരുന്നത്? സാലിഹിനെ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മിനിറ്റ്. സാലിഹിനെ സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ സാലിഹിന്റെ മൈൻഡ് തയ്യാറല്ലെങ്കിൽ പിന്നെ ഞാൻ ഏത് ലെവലിൽ കൊണ്ടുവന്നിരുന്നാലും കാര്യമില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞത്, നമ്മൾ പറയില്ല വേർപ്പിന്റെ അസുഖം ഉണ്ട് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൽ ഒരു പ്രശ്നം, എല്ലാവരും ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രോഫിറ്റിന്റെ അസുഖം ഉണ്ടാവും. പ്രോഫിറ്റിന്റെ അസുഖം ഉണ്ടാവും. അല്ല എൽദോ, ഒരു പ്രോഫിറ്റിന്റെ ഒരു അസുഖമില്ലേ? ഉണ്ടാവില്ല എല്ലാവർക്കും? എൽദോ പ്രോഫിറ്റിന്റെ അസുഖം ഉണ്ടോ? എൽദോ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും അല്ലെ? എൽദോക്കെയാണ് അത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുക. ഞാൻ എന്തുകൊണ്ട് എൽദോനെ ചൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽദോ ഇങ്ങനെ നിങ്ങളെ പോലെ കുറച്ചൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. എൽദോ പറഞ്ഞു കൊടുത്ത എന്തായിരുന്നു മൈൻഡ് സെറ്റ് എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇത് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൽദോയ്ക്ക്. ചോദിച്ചേക്ക്. അതെ, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്ര ഈസിലി നമ്മുടെ മൈൻഡ് കൺട്രോൾ ആണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. എന്താന്നൊരു ഐഡിയ കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഒരു അതാണ്, നമ്മളുടെ അതിൽ കൺട്രോൾ ഇല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അത് പ്രോഫിറ്റ് കിട്ടുമ്പോൾ കയ്യിൽ നിന്ന് പോവും. നമ്മളിപ്പം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ. അല്ലാതെ നമ്മളത് വേറെ എന്ത് ചെയ്താലും അത് കിട്ടില്ല. അത് പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാ ട്രേഡർമാർക്കും ഉള്ളതാണ്. പയ്യെ ശരിയായി വരുള്ളൂ. സാലിഹ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ദിവസം തന്നെ എന്നോട് പറഞ്ഞു, ഞാൻ ഇനി മുതൽ ട്രേഡ് എടുക്കില്ല എന്നാണ്. പറഞ്ഞാണോ സാലിഹ്? പറഞ്ഞാണോ സാലിഹ്? എന്നിട്ട് എന്ത് ചെയ്തു? ട്രേഡ് എടുത്തിരുന്നു. ക്യാപിറ്റൽ സെക്യൂർ ആക്കിയിട്ടുണ്ട്. അപ്പോ എനിക്ക് അതൊന്നും അല്ല അതിന്റെ കാര്യം. എന്തോ അതാണോ അതിന്റെ കാര്യം? അതൊന്നും കാര്യമില്ല. നിങ്ങൾ ക്യാപിറ്റല് സെക്യൂർ ആക്കലോ അതൊന്നും അല്ല. എന്തൊക്കെയാ പറഞ്ഞു സാലിഹ്? എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ടാന്നറിയോ സാലിഹ്? ഞാൻ നിങ്ങളോട് പറഞ്ഞും ചെയ്തെന്നല്ലോ, സാലിഹിനെ അറിയിക്കും ചെയ്തല്ലോ സാലിഹ്. എന്താണെന്നറിയോ, നിങ്ങൾ കയ്യിൽ പൈസ വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് അവിടെ തന്നെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത്
അത് തന്നെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പകുതിയോളം നിങ്ങൾ എന്ത് ചെയ്തു, രക്ഷപ്പെട്ടു എന്ന് പറയാം. പകുതിയോളം രക്ഷപ്പെട്ടു, പകുതിയോളം ഡിസിപ്ലിനായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ച ആളുകളുണ്ടെങ്കിൽ, അതായത് ക്യാപിറ്റലിൽ നിന്ന് പറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യാതെ എല്ലാം കൂടിയിട്ട് അല്ലെങ്കിൽ പറഞ്ഞ മനസ്സിലായല്ലോ, മൈൻഡ് ഒരു സെറ്റ് ചെയ്ത് വെക്കുന്ന ആളുകൾക്ക് പിന്നെ സീരിയസ് ആയിട്ട് എടുക്കാൻ എളുപ്പമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ അതാണ് എല്ലാവരോടും കൂടെ പറഞ്ഞത്. മനസ്സിലായോ? എല്ലാവരോടും പറഞ്ഞത് അതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം, ലെവൽ 2 ആളുകളോടാണ് പറയുന്നത്. ആർക്കെങ്കിലും അഡീഷണൽ ഡേയ്സ് വേണോ? കുറച്ചുകൂടി ഇത് ചെയ്യാൻ, ലൈവ് ടെസ്റ്റ് ചെയ്തിട്ട് ഇരിക്കാൻ ആർക്കെങ്കിലും അഡീഷണൽ ഡേയ്സ് വേണം? ലൈവ് ട്രേഡ് എടുക്കുന്നതിനേക്കാൾ മുന്നേ, ലൈവ് ട്രേഡ് എന്ന് വെച്ചാൽ റിയൽ ട്രേഡ് എടുക്കുന്നതിനേക്കാൾ മുന്നേ വേണം? ആർക്കെങ്കിലും വേണം? ആകെ രണ്ടുപേർക്ക് മതി. ബാക്കിയുള്ള ആളുകൾക്കൊന്നും അഡീഷണൽ ഡേയ്സ് വേണ്ട. ഉറപ്പല്ലേ? അഡീഷണൽ ഡേയ്സ് വേണ്ട. 3 ആൾക്ക് മതി. ബാക്കിയുള്ള ആളുകളൊക്കെ എനിക്ക് വേണ്ട, കിട്ടിയാലും കുഴപ്പമില്ല, ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ആകിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? 3 ആൾക്കാരുണ്ട്. ഞാൻ ഒരാഴ്ചയും കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് അടുത്ത തിങ്കളാഴ്ച നിങ്ങളെല്ലാവരും റിയൽ ട്രേഡ് എടുക്കാനുള്ള പാകത്തിലായിരിക്കണം. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യമേ ഞാൻ പറഞ്ഞുതരാം. നോട്ട് ചെയ്ത് വെക്കുക. ആദ്യമേ ചെയ്തു വെക്കണം. ജേണല് സെറ്റ് ചെയ്യാം. കാര്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എടുക്കുന്ന ഓരോ ട്രേഡും അപ്പൊക്കെ ട്രേഡ് അപ്ഡേറ്റ് ചെയ്യുക. ഏതിൽ? ജേണലിൽ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി PNL അപ്ഡേറ്റ് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുക, കൈയോടുകൂടി തന്നെ ചോദിക്കുക. PNL ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക. മനസ്സിലായോ? ഇത് നിങ്ങൾ ചെയ്യുക. 15 എണ്ണം, മിനിമം 15 ട്രേഡ് എന്നാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത്. നിങ്ങൾക്ക് എടുത്താൽ കിട്ടായെന്നില്ല. മിനിമം 15 ട്രേഡ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? മിനിമം 15 ട്രേഡ്സ് എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. മിനിമം 15 ട്രേഡ്സ് എങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. ലെവൽ 2 ആളുകളോട് പറഞ്ഞ് ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി വന്നിട്ട് ഇനി എനിക്ക് കാരണങ്ങളോ റീസൺസോ ഒന്നും പറയാൻ നിൽക്കരുത്. കാരണം ഞാൻ പറഞ്ഞില്ല, നിങ്ങളൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു പുഷ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ പുഷ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. മനസ്സിലായല്ലോ? നിങ്ങൾ പുഷ് ചെയ്യാതെ, ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു എന്റെ വായിന്ന് ഇങ്ങനെ കേൾക്കാനുണ്ട്. ഇങ്ങനെ കേട്ട് അവസാനം നിങ്ങൾക്ക് തന്നെ മടുപ്പാവും. എന്നോടും മടുപ്പാവും, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളും മടുപ്പാവും. അതിന് പകരം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പുഷ് ചെയ്യുക. ഓക്കെ കേട്ടോ? അപ്പൊ എല്ലാവരോടും കൂടി ലെവൽ 2 ആളുകളോട് എല്ലാവരോടും കൂടി, ഒരാൾക്ക് മാത്രമല്ല എല്ലാവരോടും കൂടിയിട്ട് വേണം. അപ്ഡേഷൻ നടക്കണം. ഇന്ന് നിങ്ങൾക്ക് സമയമുണ്ട്. ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഇന്നത്തെ നോമ്പുള്ള ആളുകളും കാര്യങ്ങളും അവരോടൊക്കെ ഉണ്ടാവും. ഇന്ന് എല്ലാവരും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ കാലത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഫസ്റ്റ് ട്രേഡ് എടുക്കുന്നതിനേക്കാൾ മുന്നേ ജേണൽ എന്ന് പറഞ്ഞ കാര്യം സെറ്റ് ചെയ്യണം. ഇതിൽ ഒരു വിധത്തിലും എന്ത് കാണിക്കാൻ പാടില്ല? ഒരു വിധത്തിലും ഉപേക്ഷ എന്ന് പറയും. ഒരു വിധത്തിലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. എല്ലാവരും സെറ്റ് ചെയ്യണം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സനുവിനോട് ചോദിക്കാം. സനു അതിന്റെ ഏകദേശം റിപ്ലൈ ഒക്കെ തരും. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ ഏറെക്കുറെ കാണാം. കണ്ടിട്ട് ഫുള്ള് ചോദിക്കരുത്. ഇത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കരുത്. ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് സംശയം എന്നുള്ളത് ചോദിക്കുക. അപ്പൊ ആ സംശയം പറഞ്ഞുതരും. ഉണ്ടെങ്കിൽ തന്നെ ചോദിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരോടും പറയാം. ഫുള്ള് വന്നിട്ട് എനിക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് അറിയില്ല എന്നൊന്നും ചോദിക്കരുത്. എല്ലാവരോടും കൂടി പറയാം. ഓക്കെ. അപ്പോ ഇത് മറക്കണ്ട. ഇനി ഇന്നിപ്പോ ട്രേഡ് എടുത്ത ആളുകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ ആരും ഇല്ല. എൽദോ കുറെ കാലത്തിന് ശേഷം എൽദോന്റെ ട്രേഡ് കണ്ടു. എൽദോ എന്ത് പറ്റി? അല്ല, ട്രേഡ് എടുക്കാറുണ്ട്. പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി ഒത്തു പിള്ളേര് നല്ല അച്ഛൻ ഉണ്ടാക്കണ്ടല്ലോ.
പിള്ളേർ ഇപ്പൊ സ്കൂളിൽ പോയിട്ട് വന്നതാ. വന്നിട്ടുള്ളൂ. വന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്തി. എന്തായി സെറ്റായോ? നാട്ടിലെന്തായി സെറ്റായോ? കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ആയി. പിന്നെ എനിക്ക് ആരോഗ്യപരമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പിന്നെ എനിക്ക് അതിനെ കുറച്ച് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കംപ്ലീറ്റ് കോഴ്സ് കഴിഞ്ഞിട്ടില്ല. അപ്പോ അതിൻ്റെതായ പിന്നെ ഇപ്പത്തെ ക്ലൈമറ്റും പെട്ടെന്ന് ചൂടിലേക്കൊക്കെ ആയില്ലേ. അപ്പോ എല്ലാം കൊണ്ട് ഇപ്പൊ നമ്മൾ സെറ്റായി വരുന്നുള്ളൂ. ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ മാത്രം. ബാക്കി പിള്ളേരുടെ കാര്യങ്ങളും ബാക്കിയൊക്കെ ഓക്കെ. ഓക്കെയാണല്ലേ? ആൻഡ് ഇതെന്ത് ബോക്സ് ഒക്കെ കുറച്ച് വലിയ ബോക്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ. അതപ്പാടെ ഇതിലെന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ട്രേഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ? ഇത് എക്സൻസിൽ എടുത്താൽ തോന്നുന്നുണ്ട് അല്ലേ? അതോ ഇതിലോ? എക്സൻസ് അല്ലല്ലോ, ഇത് തന്നെയാണോ? മറ്റേ അല്ല, ഇത് തന്നെയാ, ട്രേഡിംഗ് തന്നെയാ. ഇതെന്താ ഈ ഒരു ബോക്സ് എന്താ? അത് ഞാനത് 1 hour ഡെയിലി 4 hour നോക്കുമ്പോൾ കൺസോൾട്ടേഷൻ ആണ്. അത് കുറെ ഓക്കെ. ഇത് അവിടെ ഏതെങ്കിലും ബ്രേക്ക്ഔട്ട് ഇറങ്ങിയ സൈഡിലേക്ക് വരുന്നോ എന്താന്ന് നോക്കാൻ വേണ്ടിട്ട് അതിന്റെ ഉള്ളിലാണല്ലോ കുറച്ച് കിടന്നിട്ട് കിട്ടുന്നത്. ഓക്കെ. ഇത് സാധാരണ എന്നും ഞാനാണ് അനാലിസിസ് ചെയ്യുന്നത്. ഇത് ലെവൽ 2-ലുള്ള ആളുകളൊന്ന് കൈവന്നിട്ട് ഇതിൽ എന്തൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതൊന്നും പറഞ്ഞാൽ ഏകദേശം ഈ ലൈൻസുകളൊക്കെ വിടുക. ലെവൽ 2-ലുള്ള 1-2 പേരുകളൊന്ന് കൈവന്നിക്കും. സാധാരണ ഞാൻ ചെയ്തുകൊണ്ട് ഇതിലെന്താണ് കാര്യമില്ല. ലൈൻസ് അത് ഞാൻ സപ്പോർട്ട് അസിസ്റ്റൻസ് അവർലി അത് പോയിക്കോട്ടെ. ഞാനത് പറഞ്ഞ ലൈൻസ് നിങ്ങൾ ഈ ലൈൻസ് ഒക്കെ വിടുക. ഈ ലൈൻസ് ഒക്കെ വിട്ട് കഴിഞ്ഞ് ഈ ലൈൻസ് യെല്ലോ ലൈൻസ് ഒക്കെ വിടുക. ഇതൊക്കെ വിടുക. ബാക്കിയുള്ള എല്ലാവരും ഇതൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അവിടെ കിടന്നോട്ടെ. ഇർഷാദ് എന്താ തോന്നിയത് ഇതില്? ആക്ച്വലി ഞാൻ ഈ ട്രേഡ് എടുത്തിട്ട് ഇപ്പൊ ഗ്രൂപ്പിൽ ഇട്ടത് ഇതില് പിന്നെ 3 ടച്ച് കറക്റ്റ് വന്നിട്ടുണ്ട്. ഒരു 3 ടച്ച് 1 2 3 3 ടച്ച് വന്നിട്ടുണ്ട് അല്ലെ? 3 ടച്ച് വന്നിട്ടുണ്ടെന്നത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് ബിയോസ് കിട്ടി. ഏതാ ബിയോസ് കിട്ടി? ഇതാണ് ബിയോസ്. അതെ, 50 മിനിറ്റിന്റെ ബിയോസാണത്. ബിയോസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 3 ടച്ച് വന്നിരിക്കുന്നത് ഇതിന്റെ ഉള്ളിലാണ് അല്ലെ? അതെ. 3 ടച്ച് അത് മുന്നേ ഒരു അത്യാവശ്യം ഒരു അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ 3 ടച്ച് വരുമ്പോ എടുക്കാം എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? അവിടെ റീടെസ്റ്റ് ചെയ്തിട്ടില്ല മുന്നേ. അല്ല, റീടെസ്റ്റിന്റെ കാര്യമല്ല പറഞ്ഞത്. ഈ 3 ടച്ച് ഇതിന്റെ ഉള്ളിൽ വരണമെങ്കിൽ, ബിയോസിന്റെ ഉള്ളിൽ വരണമെങ്കിൽ എടുക്കണമെങ്കിൽ ഒരു കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു? പക്ഷെ ഇത് 50 മിനിറ്റിൽ നോക്കുമ്പോ അത് കറക്റ്റ് തന്നെയാണ്. അത് 50 മിനിറ്റിൽ കറക്റ്റ് 3 ടച്ചാണ് വരുന്നത്. ആ ബിയോസ് 50 മിനിറ്റിൽ ബിയോസ് കിട്ടിയിട്ടുണ്ട്. അതല്ല അവിടെ നോക്കട്ടെ. ഓക്കെ. അടുത്ത ആള് ക്രിസ്റ്റ പറയും. ക്രിസ്റ്റ ഇതിൽ എന്താ കാണുന്നു? മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് വന്നു. ഓക്കെ. പിന്നെ ബിഒഎസ് വന്നു. അതില് ഏറ്റവും ലാസ്റ്റ് വന്ന കീ ഏരിയ അൺട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഉള്ള എൻട്രി. പക്ഷെ ഈ എൻട്രീസില് ഒരു വലിയ പുൾ ബാക്ക് തന്നുകൊണ്ട് ഞാൻ ചിലപ്പോൾ എടുക്കില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ കീ ഏരിയാസിനെ വിശ്വസിച്ചില്ലെങ്കിൽ, കീ ഏരിയാസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞു. രണ്ടാളും പ്രശ്നം. ഓക്കെ, എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് നിത്യ പറയും. രണ്ടാൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിത്യ പറയും. മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടുണ്ട്. MSS ബിഐസ് കിട്ടി. പിന്നെ മേലെ അൺടെസ്റ്റ് ഉള്ള ഭാഗം ഇത്തിരി കൂടി എന്താ പറയാ ഇമ്പൾസീവ് ആണ്. അവിടേക്ക് അങ്ങോട്ട് കേറാൻ ചാൻസ് കുറവാണ്. നിത്യ അത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ. അജീഷ് പറയും എന്താണ് കണ്ടത്? അത് 3 ടച്ചസ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഡൗൺ സൈഡ് ആണ്. പിന്നെ ബിഒഎസ് ഉണ്ട്. അജീഷ് അതാണ് കണ്ടത് അല്ലെ? ഓക്കെ. ഇത് ഓർമ്മ ഉണ്ടോ അജീഷ്? ഞാനിപ്പോ ചെയ്യുന്ന പരിപാടി പ്രവൃത്തി എന്താന്നുള്ള ഓർമ്മ ഉണ്ടാവും. കൃത്യമായിട്ട് കിട്ടിയില്ലേ ഞാൻ കാണിച്ചത്. ഇതിനെങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചത്. ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത് വെച്ചതാണ്. കാണുന്നുണ്ടല്ലോ അല്ലെ?
കാണുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ഇപ്പൊ ട്രേഡ് അവിടെ നടന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ട്രേഡ് നടന്നിരിക്കുന്നത്. നമ്മൾ ആക്ച്വൽ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വൽ ഹൈ ആൻഡ് ലോ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിടുന്നത്. നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുള്ളിലേക്കാണ് നിൽക്കുന്നത് കേട്ടോ. വരച്ചതിൽ ചെറിയ ഇതുണ്ടല്ലോ. ഹൈ ആൻഡ് ലോ ഇത് ഏതാണ്? ഇത് ഹൈ, ഇത് ലോ. ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ? ട്രേഡ് നടക്കും. ഇതാണ് ഞാൻ ഇർഷാദിനോട് ചോദിച്ച കാര്യം. ഓർക്കുന്നുണ്ട് ഇർഷാദെ? അതെ 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 മനസ്സിലായോ? അതെ. ഇതാണ് ഞാൻ ചോദിച്ച കാര്യം. എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഈ 3 ടച്ച്, അതായത് ഈ 3 ടച്ചിൽ നിന്ന് എൻട്രി എടുക്കണമെങ്കിൽ എന്തായിരിക്കണം? നമുക്ക് ഒരു ബ്രേക്ക് കിട്ടിയിരിക്കണം. എന്ത് ബ്രേക്ക് കിട്ടിയിരിക്കണം? ഒന്നല്ലെങ്കിൽ BOS ബ്രേക്ക് കിട്ടണം, അല്ലെങ്കിൽ എന്ത് കിട്ടിയിരിക്കണം? MSS ബ്രേക്ക് കിട്ടും. ഇത് ആക്ച്വലി ഇവിടെ MSS ആണ്, BOS അല്ല, MSS ആണ്. താഴത്തേക്കുള്ള ഒരു മൂവ്മെന്റ് ആണ്, MSS ആണ്. പക്ഷെ അപ്പോഴും നോക്കുമ്പോൾ കാര്യമുണ്ടല്ലോ, നമുക്ക് എന്താണ് നമ്മൾ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇത് നമ്മൾ എന്താണ് ഫസ്റ്റ് പോയിന്റും ഇത് സെക്കൻഡ് പോയിന്റും ആണ് വരേണ്ടത്, അല്ലേ? ആണോ? ആ ശരിയാണ്. ഇത് സെക്കൻഡ് പോയിന്റും ആണ് വരുന്നത്, അല്ലേ? ഇനി ഒരു ബ്രേക്ക് നടക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇർഷാദ് ഇതേ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇത് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് വരച്ചതിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് സോറി, ഇതാണോ? അതെ, എടുക്കാൻ പറ്റുന്നോ എന്ന് ഇർഷാദിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കണ്ടോ? ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത് എടുക്കുന്നത്? കാര്യം എന്താണ്? ഇത് MSS ആണ്. MSSന്റെ ഉള്ളിൽ തന്നെ, ഇത് ബ്രേക്ക് ആവുന്നതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എത്ര ടച്ച് കിട്ടിയിട്ടുണ്ട്? 2 ടച്ച്. രണ്ട് ടച്ച് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിപ്പോ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എല്ലാവരോടും കൂടി പറയാം. ഇതിപ്പോ ഇങ്ങനെയാണ് 3 ടച്ച് ആണെങ്കിൽ ഇതെന്ത് ചെയ്യും? ഇവിടെ ഇപ്പൊ ഓൾറെഡി 3 ടച്ച് ആണ്. നമുക്ക് എടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു എടുക്കാതിരിക്കുന്നതല്ല സേഫ്. ഈ ഒരു പോയിന്റ് അപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്താ? ഈ പോയിന്റ് അപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്താണ്? ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ വരുമ്പോ എങ്ങനെയാണ്? ഇത് ഇങ്ങോട്ട് നീട്ടി വെച്ച് കഴിഞ്ഞിട്ട് അപ്പൊ എന്താ എടുക്കാം. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയിട്ടില്ല. അപ്പോഴും മൂന്നാമത്തെ പോയിന്റ് ഇതാണ് വരേണ്ടത്. മൂന്നാമത്തെ പോയിന്റിന് വ്യത്യാസമില്ല. നേരത്തെ പറഞ്ഞതിൽ എന്തായിരുന്നു? നേരത്തെ പറഞ്ഞ് ഇങ്ങനെ വരികയാണെങ്കിൽ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നേരത്തേൽ പറയുകയാണെങ്കിൽ 1 1 2 3 ഈ പോയിന്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് എന്താണ്, ഇവിടെയും ബ്രേക്ക് നടന്നിട്ടില്ല, ഇവിടെയും ബ്രേക്ക് നടന്നിട്ടില്ല. ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ക്ലിയർ ആയുള്ളത്? ഇത് ക്ലിയർ ആയില്ലേ? ഇനി അടുത്തൊരു കാര്യം, ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒന്ന് വന്ന് നോക്കി കഴിഞ്ഞാല് എന്താണ് ഇവിടെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള കാര്യം? ഇവിടെ എന്താ? അവിടെ ടെസ്റ്റ് ചെയ്യാത്ത ഏരിയ ആയിരുന്നു അത് മുന്നേ. യെസ് അതെ, ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു സിങ്ങിനെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ ആരോട് പറഞ്ഞ പോലെ മറ്റേ ക്രിസ്റ്റോനോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ കീ ഏരിയാസിനെ വിശ്വസിച്ചേ മതിയാവും. അങ്ങനെയുള്ള കീ ഏരിയാസിനെ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര പേടിയായിരിക്കും. പേടി മാത്രമല്ല, പേടി നിങ്ങൾ ക്ലോസിലേക്ക് നടത്തുകയും ചെയ്യും. ഇവിടെ എന്താണ്? ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, റീടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ഉണ്ട്. ക്ലിയർ ആയോ? റീടെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ട് നമുക്ക്. സോ ഈ ട്രേഡിൽ എന്തൊക്കെ സംഭവിച്ചെന്നുള്ള ഇവിടെ എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ലെവൽ 2 ഇരിക്കുന്ന ആളുകളോട് ഞാൻ പറയാം, മനസ്സിലായല്ലോ? എങ്ങനെയാണ് നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നതിനേക്കാൾ മുന്നേ അനാലിസിസ് ചെയ്തു വെക്കേണ്ടത്. ഇപ്പോ ഈ ഒരു 3rd പോയിന്റിലേക്ക് എത്തിയിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പൊ അതിനു മുന്നേ നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് 1 2 കിട്ടി, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, MSS ആൻഡ് BOS ബ്രേക്ക് കിട്ടി. പിന്നെ ഇവിടെ നോട്ട് ചെയ്ത് തന്നെ വെക്കുക. നിങ്ങൾ ഇതിന്റെ നേരെ നോട്ട് ചെയ്ത് വെക്കിട്ട് വെക്കുകയാണ്. ഈ ഏരിയ ഫേവറബിൾ ആയിട്ടുള്ള ഏരിയ ആണ്. ബിക്കോസ് ഓഫ് എന്താണ്? റീടെസ്റ്റ് അൺടെസ്റ്റഡ് ഏരിയ ആണ്. അതുകൊണ്ട് ഫേവറബിൾ ഏരിയ ആണ്. അങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ തന്നെ എഴുതി വയ്ക്കും. ഇങ്ങനെയൊക്കെയാണ് ജേണലിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജേണലിൽ നിങ്ങൾ ചെയ്തു വെക്കേണ്ട കാര്യം. ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ. എൽദോ ഒരു നല്ലൊരു ട്രേഡ് ആയിരുന്നു അത്യാവശ്യം. പക്ഷെ ഇനിയും താഴോട്ടേക്കാണ് വന്നിട്ടല്ലോ, വന്നില്ലേ?
ഞാനത് അവിടെ വെച്ച് കട്ട് ചെയ്തതാ. ഒന്ന് കുറച്ചും കൂടെ പോന്നിട്ടുണ്ട്, ഒത്തിരി ഇറങ്ങിയിട്ടില്ല. അത് ഞാൻ പിന്നെ അത് ട്രെൻഡ് ലൈനിനെ മാത്രം വിശ്വസിച്ചെടുത്തതാ. കാരണം അത് ഒരു റിവേഴ്സൽ പോലെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പം അവിടെ 1 hourന്റെ ഒരു ഈ ഏരിയ ആണത്. സപ്പോർട്ട് എടുത്തിട്ട് മേളിലേക്ക് പോണാണെന്നൊരു ഡൗട്ട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ട്രെൻഡ് ലൈൻ അങ്ങനെ കൃത്യമായിട്ട് വന്നു. പിന്നെ മേളില് രണ്ടാമത്തെ പ്രാവശ്യം കയറി വന്നായും ഇപ്പൊ സെക്കൻഡ് ടൈം റീടെസ്റ്റിന് തന്നെയാണ്. ആ ഒരു സാർ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു വിശ്വാസം വെച്ചിട്ടാണ് ട്രെൻഡ് എടുത്തത്. ഇതില് ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ, ഒരു കാര്യം കാണിച്ചു തരാം. മാർക്കറ്റ് ഈ ഒരു ഏരിയ, ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യാതെ മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇൻഡിസിഷൻ ക്യാൻഡിലാണ് നല്ല തന്നത്. ഇപ്പൊ അനാലിസിസിൽ പറഞ്ഞവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്തൂലേ? ഇപ്പൊ ചെയ്താണോ? ഇപ്പത്തതാണ്, പക്ഷെ കൺഫേം ആയിട്ടില്ലല്ലോ. അല്ല, ബ്രേക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബ്രേക്ക് ചെയ്തല്ലോ, അതാണ് ആ മൂവ്മെന്റ് മുകളിലേക്ക് അത്രയും വലിയ മൂവ്മെന്റ് തന്നത് അല്ലേ? ആ ഒരു ക്യാൻഡില് ഓക്കെ, അതാണ് അത്രയും വലിയ മൂവ്മെന്റ് തന്നത് ആക്ച്വലി. ഓക്കെ 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 ഓക്കെ. ഓക്കെ, അപ്പോ അത് ഇപ്പൊ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇനിയിപ്പോ അടുത്ത ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നേരത്തെ ടെസ്റ്റ് നേരത്തെ ഈ ഒരു വീഴ്ച ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഞാൻ ഇതിന്റെ താഴെയാണ് ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നത്, ഇവിടെ ആയിരിക്കും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ ഏരിയ ഇതിപ്പോ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ ഓക്കെ, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത, അടുത്തും സാധ്യത കാണണം. ഇതും കൂടി നോക്കാണ്ട് കേട്ടോ, ഈ ഏരിയയിൽ നിന്നാണ് കയറിയത്. സോ വരാനുള്ള സാധ്യത കാണുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ആദ്യത്തെ ട്രേഡ് അതായിരുന്നു. ഇനി രണ്ടാമത്തെ ട്രേഡ് എന്ന് പറയുന്നത് എൽദോ ടി പി ഷമാസ് ആ ട്രേഡ് തന്നെയാണോ എടുത്ത്? സെയിം ട്രേഡ് ആണല്ലേ ഷമാസ് എടുത്ത്? അതെ അതെ, സെയിം ട്രേഡ് എടുത്ത്. ഷമാസിന്റെ എന്താ റീടെസ്റ്റ് ചെയ്യാത്ത ട്രേഡ്. ഇത് ഇതിങ്ങനെ ഷമാസ് ഞാൻ നേരത്തെ പറഞ്ഞ സമയത്തേ ഇപ്പോ ഷമാസിനെ അറിയുന്നതായിരിക്കാം, എങ്കിലും ഇപ്പൊ നമുക്കൊരു റീസൺ ഉണ്ടാവും. തേർഡ് ടച്ച് എന്നുള്ള റീസൺ വിട്ടിട്ട് ഇപ്പൊ അഡീഷണൽ ആയിട്ട് നമുക്ക് അവിടെ കിട്ടുകയാണെങ്കിൽ അത് എപ്പോഴും നോട്ട് ചെയ്തിരിക്കാറില്ല. ഈ ഏരിയയിലേക്ക് റീടെസ്റ്റ് വന്നിട്ടില്ല, കണ്ടോ? ഈ ഏരിയയിലേക്ക് റീടെസ്റ്റ് വന്നിട്ടില്ല, മനസ്സിലായോ ഷമാസ്? അപ്പൊ ഇതൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിന്റെ നേരെ റീടെസ്റ്റ് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കേട്ടോ, അതുപോലെ തന്നെ മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതും ഓക്കെയാണ്. ഓക്കെ 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 ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് ടൈം ട്രേഡിന് പ്രോഫിറ്റ് കിട്ടിയത് 2 ദിവസം നല്ല ലോസ് വരുത്തിണ്ടായാലോ അതൊരു ഇത് തിരിച്ചു പിടിക്കാൻ വീണ്ടും ശ്രമിച്ചോ. ദിലീഷ് സെയിം ട്രേഡ് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ വീണ്ടും പറയില്ല, പറഞ്ഞോ ഷമാസ് പറഞ്ഞോ. ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. ജേണൽ അപ്ഡേറ്റ് ചെയ്യണില്ലല്ലോ, ജേണൽ അപ്ഡേറ്റ് ചെയ്യണില്ല. എന്നിട്ട് എന്താ മാറ്റം വരാതെ ഷമാസ്? എന്താണ് മാറ്റം വരാതെ? ഷഹനാസിന്റെ സെയിം ട്രേഡ് തന്നെ എടുക്കണില്ല. പറഞ്ഞു ഇന്ന് മുതൽ അതിങ്ങനെ നീണ്ടു പോകും. അത് എനിക്കറിയാൻ സമ്മതം. അത് നീണ്ടു ഇങ്ങനെ പോകും. അത് എനിക്കറിയാതെ എന്താ സംഭവം. ഇനി ആരാണ് എന്താ ട്രേഡ് എടുത്ത ചെയ്യണം. മടി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നുമില്ല ഷമാസ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഷമാസിനെ ഇപ്പൊ ടെക്നിക്കലി അറിയാത്തതല്ല. ഷമാസിനെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇരുന്ന് കാമായിട്ട് ഫൈറ്റായിട്ട് ആലോചിച്ചു. ഷമാസിന് ഇപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഇപ്പൊ എനിക്കറിയാം. ഇവിടെ ഇപ്പൊ എൽദോ പറഞ്ഞ പോലെ ഷമാസ് എൽദോ ഇപ്പൊ ഞാൻ വേണമെങ്കിൽ എടുത്തു പറയാം, എല്ലാ പോയിന്റും അറിയാം. അറിഞ്ഞൂടെ? 6 പോയിന്റ് തന്നെ കാണുമ്പോ തന്നെ കണ്ണടച്ചത് അറിയാം. ഈ കാര്യങ്ങൾ ഇതൊക്കെ അറിയാം, ഷമാസിന് ഇതൊക്കെ അറിയാം. എന്നിട്ട് എന്തുകൊണ്ടോ ഫെയിൽ ആവുന്നെന്ന് ഷമാസ് പറയാം. എന്റെ സൈക്കോളജി ശരിയില്ല എന്നുള്ളത് ഷമാസ് തന്നെ പറയും. സൈക്കോളജി ശരിയാവണമെങ്കിൽ സൈക്കോളജി ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വേണം, പരിശ്രമം വേണം, വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇട്ടുകൊണ്ട് പോവല്ലേ. അപ്പോ എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ഒരു പരിശ്രമം ഉണ്ടാവണില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യും ഷമാസ്. ഞാനൊരു കാര്യം പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരും പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ ഞാൻ അന്ന് പറഞ്ഞത്. ഒരു നടക്കാൻ പറഞ്ഞത്, കൃത്യമായിട്ടൊരു സമയത്ത് നടക്കാനും അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് എക്സസൈസ് ചെയ്യാനും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒരു പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് എക്സ്പെഷ്യലി നിങ്ങളുടെ ബോഡിക്ക് മൈൻഡിനും ഒരു റീഫ്രഷ് തരുന്ന കാര്യം,
റിഫ്രഷ് ആക്കുന്ന ഒരു അതായത് പോസിറ്റീവ് എനർജി തരുന്ന എന്തെങ്കിലും ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും പതിയെ ഐ മീൻ ഈ ഒരു മാറി നിൽക്കുന്ന ഇതുണ്ടല്ലോ അതിൽ നിന്നൊക്കെ പതിയെ പതിയെ ഇത് പോകും. എന്ത് മാറി നിൽക്കുന്ന കാര്യങ്ങൾ മടികളൊക്കെ പതിയെ പതിയെ ഉപേക്ഷിക്കും. നിങ്ങൾ തന്നെ അറിയാം നമ്മുടെ മൈൻഡും മനസ്സും ശരീരവും നല്ലൊരു ഫ്രഷ് മോഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്തും ചെയ്യും, അല്ലെങ്കിൽ എന്തും പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യും. അല്ല തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിപ്പോ പറഞ്ഞ പാൽപ്പായസം നമ്മുടെ മുന്നിൽ കൊണ്ടെന്ന് വെച്ചാലും വേണോ വേണ്ടേ എന്നുള്ള ലെവലായിരിക്കും. അത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു അളവില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും അതിനെ കഴിക്കും, അല്ലെങ്കിൽ അളവില്ലാത്ത രീതിയിൽ നമ്മൾ അത് അതില് ഇത് ചെയ്യും. ഐ മീൻ അത് കഴിക്കും, അതിനെ കഴിക്കുന്നതിന്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത്. അപ്പൊ നിങ്ങൾ നല്ലൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാം, ഒരു അഡീഷണൽ ഹാബിറ്റ് ബിൽഡ് ചെയ്യാം. എന്നിട്ട് അതോടൊപ്പം തന്നെ ഇതും പതിയെ പതിയെ കൊണ്ടുപോവാം. മനസ്സ് നടക്കുവോ? ഈ ജമ്മത്ത് നടക്കുവോ? ഹലോ സാറേ, ഞാൻ പറയും. ഞാൻ ക്രിസ്റ്റോ ആണ് സാർ. എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ആക്സിഡന്റ് ആയി. ഞാൻ ഒന്ന് അങ്ങോട്ടേക്ക് ഒന്ന് പോവാ. ഓക്കെ, ശരി. ഓക്കെ. ഓക്കെ, ജമാസ് നടക്കുവോ? ജമ്മത്ത് നടക്കുവോ? ഇത് മുന്നും പറഞ്ഞിട്ടുണ്ട് എന്നോട്, പക്ഷെ നടക്കണില്ല. എനിക്ക് നസീർ ഒന്ന് കാര്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. കുറെ കാലത്തിന് ശേഷം നസീർ എന്റെ ഒരു ഇത് കണ്ടു. നസീർ ഉണ്ടോ അവിടെ? ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്? പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ അത്? അല്ല പറ്റിക്കാനിട്ടല്ല, കാര്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്തത്. കാര്യമായിട്ട് ശ്രദ്ധിച്ചു. കഴിഞ്ഞ എന്താണ് ആഴ്ച ആകെ മൈൻഡൊക്കെ ഞാൻ പറഞ്ഞല്ലോ 1-2 ആഴ്ച മൈൻഡെല്ലാം ആകെ ഡിസ്റ്റർബ് ആയി. പിന്നെ അത് മാറ്റി കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഇന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ എടുത്തതാണ് ട്രെയിൻ. എന്താ ശ്രദ്ധിച്ചാല്? എന്താ ശ്രദ്ധിച്ച് പറയും. ശ്രദ്ധിച്ചേ നല്ലൊരു ഏരിയ നോക്കി സാറ് പറഞ്ഞിട്ടുണ്ടാവും. കാരണം കുറച്ച് ദിവസമായിട്ടുള്ള സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു. അപ്പൊ അത് ആ വീഡിയോസ് എല്ലാം ഒന്നുകൂടിയും ഞാൻ ഈ കഴിഞ്ഞ ശനിയും ഞായറും അതൊക്കെ വീണ്ടും കണ്ടു കുറെ. എനിക്ക് ഇടക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. അല്ല ഇപ്പോ ഞാനിപ്പോ സക്സസ് ആവുന്ന സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ പറയാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ്, ഞാൻ ഇപ്പൊ നേരത്തെ ഷമ്മാസിനോട് പറഞ്ഞ മൈൻഡ് പോസിറ്റീവ് ആയിട്ട് നിൽക്കുക. ഇതിൽ എന്ത് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ബാക്കിയുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. നാളെ ഇതിപ്പോ തെറ്റാൻ സാധ്യത ഉണ്ട്. ഇത് നാളെ ഇപ്പൊ തെറ്റാൻ സാധ്യത വെച്ചാൽ നാളെ ഫെയിലിയർ വരാനുള്ള സാധ്യത ഉണ്ടാവും. പക്ഷെ ഇന്ന് എന്താ ഇപ്പൊ ഇതിൽ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ആ പിക്ചർ കാണുന്ന സമയത്ത് മൊബൈലിലായതുകൊണ്ട് എനിക്കൊന്നും വായിച്ചെടുക്കാൻ പറ്റണില്ല. എന്താണ് ഇപ്പൊ ഇതിൽ ശ്രദ്ധിച്ചൊരു കാര്യം? 2907 എന്ന് പറഞ്ഞത് ഇവിടെയാണ്, ഇതിലായിരിക്കും. എന്താ ശ്രദ്ധിച്ച കാര്യം? എന്താണ് ഇതിൽ ശ്രദ്ധിച്ചത്? ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ എന്തൊക്കെ ശ്രദ്ധിച്ചു? 15 മിനിറ്റിൽ ഞാന് പിന്നെ ലോവും ഹൈയും മാർക്ക് ചെയ്തു. യെസ്, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. 15 മിനിറ്റ്സിന് ലോ ആൻഡ് ഹൈ മാർക്ക് ചെയ്തു. ലോ, ഹൈ ആൻഡ് ലോ. ഓക്കെ. അതിനുശേഷം സാറ് പറഞ്ഞതുപോലെ MSS കിട്ടിയ ഡബിൾ ടച്ച് ഉണ്ടായിരുന്നു അതില്. ആ ട്രെൻഡ് ലൈനിൽ MSS ആയിരുന്നു, പക്ഷെ അതില് ഉള്ളില് 2 ടച്ച് ഉണ്ട്. മൂന്നാമത്തെ ടച്ചിലാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 3 മിനിറ്റ്സിന്റെ ഒരു ഇംബാലൻസ് കറക്റ്റ് ടച്ചിലുണ്ട്. അപ്പൊ ധൈര്യം ഒന്നും കൂടി ഈ ഒരു ഏരിയ അല്ലെ 2907 അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാ, അത്രേ ഉള്ളൂ പരിപാടി. നിങ്ങളിപ്പോ അത് പറഞ്ഞ എടുത്തതും ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അവിടെയും നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി, പക്ഷെ ഞാൻ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. അപ്പോ പറഞ്ഞു മനസ്സിലായോ? ഈ അത്രേ ഉള്ളൂ പരിപാടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കീ ഏരിയ എന്നാണ് വരുന്നത്. ഇതൊരു കീ ഏരിയ എന്നാണ് വരുന്നത് അല്ലെ? ഇതൊരു കീ ഏരിയ എന്നാണ് വരുന്നത് വെച്ചാൽ പോകുന്നത് മോളിക്ക് കയറി പോകുന്നത്. MSS കിട്ടി, MSSന്റെ ഉള്ളിൽ നമ്മുടെ കണ്ടീഷൻ ശരിയായി, ദെൻ എക്സിക്യൂട്ട് ചെയ്യാം. MSS കിട്ടി, നമ്മുടെ കണ്ടീഷൻ ശരി, ദെൻ എന്താണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇത് കീ ഏരിയ എന്നായതുകൊണ്ടാണ്. അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല താഴത്തേക്ക്. കാരണം അതെന്താണ് കീ ഏരിയ ഇവിടെ ബ്രേക്ക് ആയത് കൊണ്ടാണ് എടുത്തത്. കാരണം ഇത് ചെറിയ കീ ഏരിയ അല്ല കേട്ടോ. ഒന്നുകൂടി കയറുന്ന ഹയർ ടൈം ഫ്രെയിമിലേക്കൊക്കെ പോയി നോക്കിയാൽ കാണാം, വലിയ കീ ഏരിയ ആണ്. 3 മിനിറ്റ്സ് മാത്രമല്ല, 15 മിനിറ്റ്സിലോട്ടും പോയി നോക്കിയാൽ കാണാം. ഞാൻ 15 മിനിറ്റ്സ് നോക്കിയതിന് ശേഷമാണ് ഞാൻ 3 മിനിറ്റിലേക്ക് എടുത്തത്. എനിക്ക് അങ്ങനെയൊക്കെ ഒരുപാട് പാളിച്ച് വരാറുണ്ട്. ചില സമയത്ത് എല്ലാം നോക്കി വെക്കും, പക്ഷെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പോയി നോക്കൂല. അങ്ങനെയൊക്കെ ഞാൻ അബദ്ധം ചെയ്ത് വെക്കലുണ്ട്. കാരണം 15 മിനിറ്റിലേക്ക് പോയി നോക്കും, അപ്പൊ അവിടുന്ന് ഇൻബാലൻസ് ഇറങ്ങി വരുന്ന എല്ലാം നോട്ട് ചെയ്ത് വെക്കും. പിന്നെ കുറച്ച് സമയം പോയിട്ട് അതേ ഏരിയയിൽ പോയിട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും.
അങ്ങനെയെല്ലാം അത് പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ആ പൊട്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഉപേക്ഷിക്കാണ്ട് നടക്കില്ലേ? മൊബൈലിൽ മൊബൈൽ നോക്കട്ടെ, ഞാൻ ഉപേക്ഷിക്കാണ്ട് മോന്റെ അടുത്തുള്ള ഒന്നും അടിച്ചു മാറ്റണം. മോനോട് മോനിപ്പോ എന്തെങ്കിലും പഠിക്കണ്ടോ? പഠിച്ചു കഴിഞ്ഞു, ഇപ്പൊ ജോലി ജോലി കയറി ഞാൻ അറിഞ്ഞു വേണ്ടാന്ന് പറയുന്നത്. ഈ പുതിയ തരം പൈസ കൊടുത്തിട്ട് ഇജ്ജ് മേടിക്കാൻ പറയും. അവനോട് പറയും സ്വന്തമായിട്ട് അവന്റെ മേടിക്കും. കയ്യിലുണ്ട് ഒന്ന് രണ്ടെണ്ണം മറ്റേ ഉണ്ട്. അപ്പൊ ഒന്ന് തരണേന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വേണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തൽക്കാലം നീ എനിക്ക് എനിക്ക് പുതിയ വാങ്ങിക്കാം. ഞാൻ പൈസ കൊടുത്തുണ്ടാക്കി ഞാൻ പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ സ്വന്തമായിട്ട് മേടിക്കും. അപ്പൊ ഞാൻ കയറാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പൊ തൽക്കാലം നീ യൂസ് ചെയ്യുന്നില്ലല്ലോ, എന്റെ ആവശ്യം ഒന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ എന്തായാലും പറഞ്ഞു മനസ്സിലായില്ലേ? നമുക്ക് വളരെ ലിമിറ്റ് ആയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ആ ഒരു പ്ലാനിൽ MSS കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ എടുക്കുന്ന ട്രേഡൊക്കെ ലോസ് എന്തോ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് തോന്നി എന്റെ മിസ്റ്റേക്ക്. അപ്പൊ ലൈവ് ക്ലാസ് ഉണ്ടല്ലോ കുറച്ച് മുമ്പുള്ളതല്ല, അപ്പൊ അതൊക്കെ വീണ്ടും വീണ്ടും ഒന്ന് കണ്ടു. ഏകദേശം കാര്യം ഇതില് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയാൻ കൊണ്ടിരിക്കുന്ന ആളുകളോട് ഇപ്പൊ സായികൊക്കെ കൺഫ്യൂഷന്റെ കാര്യം പറഞ്ഞതാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് ഈ ഒരു റിവേഴ്സൽ നമുക്ക് എപ്പോഴും ഈ റിവേഴ്സൽ എന്ന് പറയാൻ കാരണം നമ്മൾ നോക്കാൻ കാരണം എന്താണ്? ഈ MSS ആയതുകൊണ്ടാണ് ഇതിനെ റിവേഴ്സൽ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ റിവേഴ്സൽ എന്ന് വിളിക്കില്ലേ? കാരണം ഇത് താഴത്തേക്ക് വന്നിട്ട് വീണ്ടും ഇങ്ങനെ വരും. MSS കിട്ടി നമുക്ക്. MSS കിട്ടുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ റിവേഴ്സൽ വന്നിരിക്കുന്നത് ഒരു കീ ഏരിയ എന്നാണെന്ന് നോക്കുക. കീ ഏരിയ എന്താണ്? 6 പോയിന്റ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. 6 പോയിന്റിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നാണോ എന്ന് നോക്കുക. ഈ 6 പോയിന്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. വിത്ത് എന്തായിരിക്കണം? നമ്മുടെ കൺഫർമേഷൻ കൂടി വേണം. വെച്ചാൽ ഇതിന്റെ മുകളിൽ നിൽക്കണം. ആ ഒരു കൺഫർമേഷൻ കൂടി വേണം. കീ ഏരിയ എന്നാണ്. ഈ കീ ഏരിയ ഹയർ ടൈം ഫ്രെയിമിന്റെ ആണെങ്കിൽ, അതായത് ഇപ്പൊ നിങ്ങൾ 3 മിനിറ്റ്സിന്റെ ആണ് ഇത് കാണുന്ന എൻട്രി എടുക്കുന്നതെങ്കിൽ കീ ഏരിയ എടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ എന്നാ ഞാൻ പറയുന്നുള്ളൂ. ഹയർ ടൈം ഫ്രെയിമിനാണ്, അതായത് 15 മിനിറ്റിന്റെ അതിന്റെ മുകളിലേക്കുള്ള ഏരിയയിൽ നിന്നാണ് ഈ റിവേഴ്സൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇത്തിരി കൂടി ധൈര്യത്തിൽ നിങ്ങൾക്ക് എടുക്കാം. കാരണം ഹയർ ടൈം ഫ്രെയിമിന്റെ എന്നും പറയുന്ന പോലെ എന്താണ്, നമുക്ക് അതൊരു നല്ല ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ആക്യുറസി കൂടും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും, പുതിയ ആളുകളും പഴയ ആളുകളും ഒക്കെ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ കീ ഏരിയാസ് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ട്രേഡ് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാവുന്നതാണ്. അല്ല, നല്ല ട്രേഡുകൾ കിട്ടും. പ്രോഫിറ്റ് കിട്ടാവുന്നതല്ല, നല്ല ട്രേഡുകൾ കിട്ടും. അപ്പൊ നല്ല ട്രേഡുകൾ ഇപ്പൊ നിങ്ങൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ആരാ പറഞ്ഞത്? നസീർ തന്നെ പറഞ്ഞു, ഷാജാന്റെ ട്രേഡ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇതെന്താ സംഭവിക്കണം എന്നുള്ളത് ഭയങ്കര കൗതുകമൊക്കെ എന്നുള്ളത്. ഇങ്ങനെയുള്ള ഏരിയാസ് കിട്ടുമ്പോഴാണ് ആ ഒരു ട്രേഡൊക്കെ അത്രയും വലിയ ലെവലിലേക്കൊക്കെ പോകുന്നത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക്. എന്താണ് ഇപ്പൊ ഇത് എടുത്തതിലും പൈസയുള്ള ട്രേഡാണ്. MSS കിട്ടി. ഇതൊരു കീ ഏരിയ എന്നാണ്. ഇപ്പൊ 2902 എന്നാണ് ഈ വന്നിരിക്കുന്നത്. കീ ഏരിയ ആണ്, പോയി നോക്കിയാൽ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ MSS കിട്ടി. നമ്മൾ പറഞ്ഞ രീതിയിൽ നിന്ന് നമുക്ക് ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു തേർഡ് ടച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ പൈസ പോയതെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു തേർഡ് ടച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ആ തേർഡ് ടച്ച് കിട്ടിയതിന്റെ റണ്ണിങ് എന്ന് പറയുന്നത് നോക്കുക എവിടം വരെയാണ്. അത് അടുത്തൊരു കീ ഏരിയ വരെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? 1, 2, 3 വരെ കിട്ടിയിട്ടുണ്ട്. കാണുന്നുണ്ടോ? ഇവിടെ കണ്ടില്ലേ? അടുത്ത റണ്ണിങ് ഇതെന്താ കീ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ഏരിയ ആണ്. 2 തവണ വന്നിട്ട് ഇവിടെ ഹിറ്റ് ചെയ്തൊരു ഏരിയ ആണ്. ആ ഏരിയ വരെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കീ ഏരിയയിൽ നിന്നാണ് നമ്മുടെ ഒരു ട്രേഡിന്റെ ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അടുത്തൊരു നല്ലൊരു കീ ഏരിയ വരെ പോകാനുള്ള സാധ്യത കൂടുതലാണ്, വളരെ കൂടുതലാണ്. ക്ലിയർ ആവുന്നുണ്ടോ? എല്ലാവരോടും കൂടി പറയുന്നത് അത് നിങ്ങൾ മാർക്കറ്റിൽ ഐഡന്റിഫൈ ചെയ്യുന്ന വേണം. അതിനൊക്കെ കൂടിയിട്ടാണ് നിങ്ങളോട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ലൈവ് ടെസ്റ്റ് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ലൈവ് ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. എന്തായാലും അതോടെ നിൽക്കട്ടെ. നമ്മൾ അനാലിസിസിന്റെ കാര്യം പറയാം. ഫൈസൽ, ഇതെന്താ എടുത്തപ്പോ? ഇതിപ്പോ 3ാമത്തെ ടച്ച് വന്നിട്ടാണല്ലോ. ഇത് എന്താ എടുക്കാനുള്ള കാരണം? ഈ ഏരിയയിലേക്ക് 3ാമത്തെ ടച്ച് ആണല്ലോ ഫൈസലെ. ഞാൻ കണ്ടപ്പോഴേക്കും ആ ഒരു തെറ്റ് കഴിഞ്ഞിരുന്നു. ആദ്യ സാർ പറഞ്ഞ ആ ഒരു തെറ്റ് കഴിഞ്ഞിരുന്നു. പിന്നെ എടുക്കാൻ കാരണം ഇത് കണ്ടിരുന്നില്ലേ? ഇത് കണ്ടിരുന്നില്ലേ? കണ്ടിരുന്നു. പിന്നെന്താ എടുക്കാൻ കാരണം? ഇങ്ങനെയുള്ള ട്രേഡുകൾ ഫെയിലർ ആവും. നമുക്കിപ്പോ എല്ലായ്പ്പോഴും നമുക്ക് അനുകൂലമൊന്നുമില്ല. ഇതിന് എടുക്കണമെങ്കിൽ ഒരു കാരണം ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
എടുക്കണമെങ്കിൽ കാര്യം നേരത്തെ നല്ല മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ട്രെൻഡിന് അനുകൂലമായിട്ടാണോ മാർക്കറ്റ് നീങ്ങണം എന്നുള്ളൊരു കാരണം ഉണ്ടായിരിക്കണം. ഈ ഒരു ആക്ഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, നോക്കിയാൽ കാണാം. കണ്ടോ? ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ആക്ഷൻ കണ്ടോ സംഭവിച്ചില്ലേ? ഇതിന്റെ ലോ അതിനെ എടുത്തിട്ടുണ്ട് ഇല്ലേ? എടുത്തിട്ടുണ്ട് കണ്ടോ? എന്നിട്ട് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത് മാർക്കറ്റ്. നോക്കിയതാണ് ഡബിൾ ടച്ച് ഒരു ഇത് വന്നിട്ടുണ്ട് ഇവിടെ. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പോ നമുക്കൊരു കാരണം വേണം, അല്ലാതെ വെറുതെ ചുമ്മാ എടുത്തു കഴിഞ്ഞിട്ട് അത് ഫെയിലർ ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കാരണം മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലല്ലോ? മനസ്സിലായോ? ഇവിടെ എനിക്ക് തോന്നുന്നില്ല. ഇത് കറക്റ്റ് പോലെ ഭക്ഷണം കഴിക്കാൻ നീറ്റപ്പോ കറക്റ്റ് ആ ടൈമിൽ നോക്കിയപ്പോ കറക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിന് മുന്നേ കൃത്യമായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ആ ഏരിയയിൽ 2 തവണ വന്ന് മൂന്നാവണ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വരച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ഷഫീഖ് ഉണ്ട് ഇവിടെ. ഷഫീഖിന് കുറെ കാലമായില്ല കണ്ടിട്ട്. ഷഫീഖ് ഇവിടെ കാണുന്നില്ല. ഷഫീഖിന്റെ എടുക്കുന്നില്ല, കാണാൻ പറ്റുന്ന എടുക്കുന്നില്ല. പ്രശാന്ത് ഉണ്ടോ അവിടെ? എനിക്ക് പ്രശാന്തിന്റെ ഇഷ്ടപ്പെട്ട ഒരു പ്രശാന്ത് ഉണ്ടോ അവിടെ? ഇല്ല, പ്രശാന്തിനെയും കാണാനില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് ഇതുള്ളത്. ഷമാസ് ഇന്നലെ പറഞ്ഞ പോലെ വലിയ സ്ഥലമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഷമാസിന്റെ ഇന്നത്തെ ഇതെടുക്കുന്നില്ല. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത്രയാണെന്നുള്ളത്. അപ്പൊ ട്രേഡ് എടുത്ത ആളുകൾ അല്ലെങ്കിൽ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഇത്രയേ ഉള്ളൂ. ആക്ച്വലി സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും പരിപാടി, പെട്ടെന്ന് അവസാനിപ്പിക്കാം അല്ലേ? അല്ലേ, പരിപാടി പെട്ടെന്ന് അവസാനിപ്പിക്കല്ലേ? അതല്ലേ നല്ലത്. എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ? ആരെങ്കിലും വന്ന കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഹെൽത്തൊക്കെ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ? വിഷ്ണു എന്താണ് ട്രേഡ് എടുക്കാത്ത? വിഷ്ണു സാറ് അച്ഛമ്മയുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. അച്ഛനാ? അച്ഛമ്മയുടെ ആ പറഞ്ഞിരുന്നു എന്നോട് ഈ ആഴ്ച കൂടി ഉണ്ട് റിച്വൽസ്, കുറച്ച് ചടങ്ങുകളും കൂടി പെൻഡിങ് ഉണ്ട്. ഓക്കെ, പറയൂ വയസ്സിൽ പറയൂ. വയസ്സിൽ പറയൂ. സാറേ അത് കൈ തട്ടിപ്പോയോ? എന്താ ചെയ്തിട്ട് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പറയാനോ ചോദിക്കാനുണ്ടോ? ഇത് സ്ട്രാറ്റജി പോരാന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കിത് പറ്റില്ല, വേറെ എന്തെങ്കിലും സ്ട്രാറ്റജി ഇനി പറയാൻ കിട്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അതുമില്ല. ഞാൻ ചോദിച്ചതിന് ഒന്നിനും മറുപടി ഇല്ലേ? സാറേ സ്ട്രാറ്റജി പോരാന്ന് നമുക്ക് ഇതുവരെ തോന്നിയില്ലല്ലോ. സ്ട്രാറ്റജി പോരാ തോന്നുകയാണെങ്കിൽ നമ്മൾ നിൽക്കൂലല്ലോ. ട്രേഡ് എടുക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അത് സാറേ അത് ഒന്നാമത് സാറേ നോമ്പിന്റെ ടൈം ആയപ്പോഴേ ഒന്നാമത് ദർശനങ്ങളെ മൊത്തത്തില് എല്ലാവരും ടൈം അതല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു. എനിക്ക് നിങ്ങൾക്ക് ട്രേഡ് എടുക്കുന്ന ആളുകളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു. നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ആളുകൾ, അതായത് ഇപ്പൊ നമ്മളിവിടെ വരുന്ന ആളുകൾ പറ്റി കമ്പയർ ചെയ്യുന്ന സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ പുറത്തു പോയ ആൾക്കാരാണ് എടുക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മളിവിടെ പഠിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ലെവൽ 3-ലോ ലെവൽ 2-ലോ ഇരിക്കുന്ന ആളുകളെക്കാൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ പുറത്തുള്ള ആളുകൾ. ലെവൽ 2-ലും ലെവൽ 3-ലൊക്കെ ഇരിക്കുന്ന ആളുകൾ വളരെ കുറവാണ് ട്രേഡ് എടുക്കുന്നത്. എനിക്കിപ്പോ ഫൈസൽ പറഞ്ഞ കാര്യം മനസ്സിലായി. ഇപ്പൊ നോമ്പിന്റെ കാര്യം അതൊക്കെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷെ പുറത്തുനിന്ന് എടുക്കുന്ന ആളുകൾ നമ്മളെ സ്ട്രാറ്റജി വെച്ചിട്ടൊന്നും അല്ല കേട്ടോ. വെറുതെ പറഞ്ഞ ട്രേഡ് എടുക്കുന്നത് അത് വേറെ കാര്യം. ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രേഡിന്റെ എന്തെങ്കിലും കാര്യം, ഐ മീൻ ട്രേഡ് എടുക്കുന്നതിൽ അല്ലെങ്കിൽ സ്ട്രാറ്റജി പോരാ എന്നുള്ള ലെവലിലേക്കൊക്കെ നിൽക്കുന്നുണ്ടോ? ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ എൽദോക്കൊക്കെ അറിയാം. ഇതിന്റെ ശൈശവാവസ്ഥ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലായിരുന്നു. എൽദൊക്കെ പറഞ്ഞുതരാം. നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒന്നും അല്ലായിരുന്നു. ഓർക്കുന്നുണ്ടോ? എൽദൊക്കെ പറഞ്ഞുതരാം. ഒന്നുമല്ലായിരുന്നു. അന്ന് വളരെ ഈസി ആയിരുന്നു. 3 ടച്ച് നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ അവിടുന്ന് നമ്മൾ ഒരുപാട് ഭയങ്കരമായിട്ട് പോയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു എൽദൊന്നും കഴിഞ്ഞ ദിവസം ക്ലാസ് പോലും കണ്ടിട്ടുണ്ടാവില്ല. അതിൽ പോലും നമ്മൾ കുറെയൊക്കെ അഡീഷണൽ ആയിട്ട് ചേർത്തത്. ഇപ്പോ സീരിയസ്ലി ഇപ്പൊ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് സീരിയസ്ലി രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരാളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആവാം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ട്രേഡ് പ്രോഫിറ്റ് എന്നുള്ള ലെവലിൽ തന്നെയാണ്.
അതുപോലെ അതിന് സീരിയസ്ലി മാർക്കറ്റിൽ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരുവിധമെല്ലാം മാർക്കറ്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ഒരുവിധമെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? പ്രൈസ് എനിക്കിങ്ങനെ ഓവറോൾ മാർക്കറ്റിനെ തോന്നുന്ന സമയത്ത് പ്രൈസ് ഇവിടെ വരെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അവിടേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളത് ആരെങ്കിലും ഇവിടെ വന്നതിന് ശേഷം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഷഹനാസ്. ഞാൻ ട്രേഡ് എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ പ്രോഫിറ്റിന്റെ കാര്യമില്ല കേട്ടോ, പ്രോഫിറ്റ് പോയിക്കോട്ടെ, ഞാൻ പ്രോഫിറ്റ് ലോസ് അതൊക്കെ പോയിക്കോട്ടെ. എന്താ ഷഹനാസ് എന്താ മനസ്സിലാക്കി പറഞ്ഞത്? സാറ് മറ്റേ അനാലിസിസ് വീഡിയോ ചെയ്യുമ്പോൾ പറയത്തില്ല വരച്ചിട്ട് ഇത് ഇവിടെ നിന്ന് ഇവിടെ വരെ പോകും, ഇത് പ്രധാനപ്പെട്ട ഏരിയ. അപ്പൊ പിന്നെ ഞാനും അതുപോലെ തന്നെ വരച്ചിട്ടിട്ട് നമ്മൾ ചുമ്മാ നമ്മുടെ മറ്റേ റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ട് ഇവിടെ വരെ പോകാൻ സാധിക്കും. എന്നിട്ട് ഞാനും ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ചുമ്മാ കൊണ്ട് വരച്ചിടും. പലപ്പോഴും അതുപോലെ തന്നെ സംഭവിക്കാറുണ്ട്. ഗോൾഡിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് ഗോൾഡിന്റെ കാര്യത്തിൽ ഇത് കറക്റ്റ് ആയിട്ട് നല്ലപോലൊക്കെ വരാറുണ്ട്. ട്രേഡ് എടുക്കത്തില്ല, പക്ഷെ വരച്ചിടാറുണ്ട്. അതുപോലെ സംഭവിക്കാറുണ്ട് സത്യം. വിഷ്ണു എന്താ പഠിച്ചത്? സാറേ ഇതൊരു എപ്പോഴും നമുക്കൊരു കീ ലെവലിൽ നിന്ന് വേറെ കീ ലെവലിലേക്ക് സാർ നേരത്തെ പറഞ്ഞ പോലെ ആ ട്രാവലിംഗ് നടക്കുന്നുണ്ട്. അപ്പോ ഇൻ കേസ് ഈ ട്രാവലിംഗ് നടക്കണതിന്റെ നടുക്കില് ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ എൻട്രി പോയിന്റിലേക്ക് തിരിച്ചു വന്നിട്ട് ആ കീ ലെവൽ വരെ എന്തായാലും അത് പോയിണ്ടാവും. അതാണ് മാർക്കറ്റിന്റെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇപ്പൊ വിഷ്ണു പറഞ്ഞതാണ് കറക്റ്റ് കാര്യം, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എൽദയ്ക്കൊക്കെ അറിയാം, എൽദയ്ക്കും ഷമാസിനൊക്കെ അറിയാവുന്നത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കീ ലെവൽ ടു കീ ലെവൽ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഏരിയ ടു ഇമ്പോർട്ടന്റ് ഏരിയയിലേക്ക് പോകുന്നത് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ വിഷ്ണു പറഞ്ഞോ. അപ്പൊ അതായത് ഈവൻ എനിക്ക് തോന്നിയതാണ്, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. നമുക്ക് ഒരു എൻട്രി മിസ്സായാലും ആ എൻട്രി എടുത്ത പോയിന്റിലേക്ക് തന്നെ മാർക്കറ്റ് വീണ്ടും വരും. എന്തെങ്കിലും ചെറിയ റെസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ ആ തേർഡ് ടച്ച് നമ്മൾ ടച്ച് ചെയ്യുന്നിടത്തേക്ക് കുറെ പ്രാവശ്യം നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് വരുന്നുണ്ട്, ആ സെയിം പോയിന്റിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരുന്നുണ്ട്. അല്ല ഞാൻ അങ്ങനെ എന്തായാലും കീ ലെവലിൽ എത്തും അത്, ആ ഒരു കീ ലെവലാണെങ്കിൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത്. ചെറിയ റെസ്പോൺസ് ഉണ്ടെങ്കിലും. നസീർ എന്താ മനസ്സിലാക്കി? ഞാൻ മനസ്സിലാക്കിയത് നമ്മളിപ്പം സാറ് അനലൈസ് ചെയ്യെങ്കിൽ പറയുന്നത് പോലെ റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട്. അതേപോലെ ഇപ്പം കീ ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ 3 മിനിറ്റിലാണെങ്കിൽ ഇംബാലൻസ് സാർ പറഞ്ഞതുപോലെ അടുത്ത പിന്നെ കീ ഏരിയയിലേക്ക് 3 മിനിറ്റിന്റെ കീ ഏരിയയിലേക്ക് വരും. 50 മിനിറ്റ് ആണെങ്കിൽ കറക്റ്റ് ആ 50 മിനിറ്റിന്റെ അതിലേക്ക് തന്നെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സപ്പോർട്ടും റെസിസ്റ്റന്റ് നമ്മൾ സിംഗിലോ ഹൈയും വരക്കുന്ന സമയത്ത് അത് കറക്റ്റ് അവിടം വരെ പോയി ഓരോ ഇതിലും, കാരണം ഇംബാലൻസ് ആണെങ്കിൽ ഇംബാലൻസ് എടുത്ത് അത് തിരിച്ചു വന്ന് വീണ്ടും അങ്ങോട്ട് പോയി അങ്ങനെ പ്രൈസ് ആക്ഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് സാർ. ഓക്കെ, പറയാം. അജീഷ് എന്താ മനസ്സിലാക്കിയത്? അജീഷിനോടും എനിക്ക് നസീറാനോടും ചോദിക്കുമ്പോൾ രണ്ടാൾക്കും ഒന്നും അറിയാതെ വന്ന ആൾക്കാരാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ആൻസറും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. പറഞ്ഞോ, എന്ത് തന്നെയാണെങ്കിലും, ഇപ്പൊ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും പറഞ്ഞോ. നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക് പ്രൈസ് വരുന്നത് കാണാറുണ്ട്. ഇപ്പൊ അത് കൺസോൾട്ടേറ്റ് ചെയ്ത് വരുന്നതാണ് എങ്കിലും ഇപ്പോൾ ഡൗൺ സൈഡിൽ പ്രൈസ് വരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് പ്രൈസ് അവിടെ തട്ടി താഴേക്ക് വരുന്നത് പല സമയത്തും കാണുന്നൊരു കാര്യം തന്നെയാണ്. അതുപോലെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അടുത്ത ഒരു മൂവ്മെന്റ് മിക്കവാറും അത് താഴോട്ടായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്ത് അത് കറക്റ്റായിട്ട് താഴോട്ട് വരുന്നത് കാണുന്നുണ്ട്. അത് കറക്റ്റായിട്ട് താഴോട്ട് വരുന്നത് കാണുന്നു. ഞാനിന്ന് കുറച്ചുകൂടി ക്ലിയർ ആക്കി തരാം. അത് പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ്, ബേസിക് പ്രൈസ് ആക്ഷൻ ഒരു കാര്യം കൂടി പറയട്ടെ സാറേ, അതുകൊണ്ട് തന്നെ വെച്ചാൽ TP വെക്കാൻ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അധികം TP വെക്കുന്നത് കറക്റ്റ് വന്നെടുത്തിട്ടൊക്കെ തിരിച്ചു പോകും. പക്ഷെ എനിക്ക് ഇപ്പോഴും ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള ഒരു പിടുത്തം അത് ശരിയായില്ല. അത് ശരിയാവണം. അത് ശരിയാക്കാം. ഓക്കെ, ഫൈസൽ അവിടെ നിൽക്കട്ടെ. നിത്യം എന്താ മനസ്സിലായത്? കീ ഏരിയാസിൽ നിന്ന് പോകുമ്പോ അടുത്ത കീ ഏരിയ വരെയൊക്കെ പോവാറുണ്ട്. ഞാനിങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ. എനിക്കങ്ങനെ പറയാൻ അറിയില്ല.
സമയമൊന്നുമില്ല. പഠിച്ച് 4 മാസമായിട്ടും പഠിച്ച് വരണമെന്നുള്ള ആൾക്കാരൊന്നും സമയമില്ല. ഇന്നലെ വന്ന ആൾക്കാരൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് പോയിട്ടുണ്ട്. അങ്ങനെ പഠിച്ച് വരാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഇർഷാദ് പറയും. ഇർഷാദ് പറയട്ടെ. ഇർഷാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇർഷാദ് പറയാനുണ്ട്. പറയ്. എനിക്ക് ശരിക്ക് സ്ട്രൈക്ക് ആയത് സാർ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മള് ആളെ കൂട്ടി വരിക, തല്ലാൻ ആളെ കൂട്ടി പോകുന്ന ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സത്യത്തില് മുന്നേ വരെ അത് ഞാൻ ഞാൻ കാണിച്ചുതരാം. അത് ഞാൻ കാണിച്ചുതരാം. അതെ, മുന്നേ വരെ ഞാനത് അത്ര സീരിയസ് ആയിട്ട് എടുത്ത്, പിന്നീട് ശരിക്കും എനിക്ക് ആ സാറിന്റെ ആ ഒരു കോട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, എന്തായാലും ഇവർക്ക് ആളെ കൂട്ടാൻ വരുന്നുള്ളത്. ആ ഒരു പേരിലാണ് ഞാൻ ഇപ്പൊ ട്രേഡ് എടുക്കല്. അതെ. എനിക്ക് ആ അത് ഒരു പോയിന്റ് ചിന്തിച്ചാൽ മതി. വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. അത് ചിന്തിച്ചാൽ മതി. ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ പറഞ്ഞത് ഞാൻ ഇത്തിരി സിമ്പിൾ ആയിട്ട് ഇട്ടുകൊണ്ട് കാണിച്ചു തരാം. ഷമാസ് പറയും. ഷമാസ് എല്ലാം പഠിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പേപ്പറിൽ കാണണം. ഷമാസ് പറയും. ഷമാസ് ഞാൻ ഭയങ്കരമായിട്ട് ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയം. സാറല്ല, ഞാൻ ഫസ്റ്റ് സോണാണ് കണ്ടുപിടിക്കാറ്. അതെ, ഇന്ന് അതാണ് ട്രേഡ് ചെയ്യേണ്ട കേരളം. സോണാണ്. ഫസ്റ്റ് സോൺ കണ്ടുപിടിക്കുക. അതിന്റെ ഉള്ളിൽ പ്രൈസ് ആക്ഷൻ നടക്കുന്ന അതാണ് ഞാൻ വാച്ച് ചെയ്യാറ്. അപ്പൊ അതില് നമുക്ക് ഫസ്റ്റ് BOS, MSS ഇതെല്ലാം കിട്ടുന്നുണ്ടെന്ന് നോക്കും. പിന്നെ മെയിൻ ആയിട്ട് ചിലപ്പം കൈവിട്ട് പോകും. നമ്മൾ 6 പോയിന്റിന് ചിലപ്പം കൈവിട്ട് പോകും. ലാസ്റ്റ് പിന്നെ അപ്പൊ അതില് മെയിൻ ആയിട്ട് നമ്മൾ എവിടുന്നാണ് മാർക്കറ്റ് വരുന്നത് നോക്കും. പിന്നെ ഇതുപോലെ നമ്മൾ തേർഡ് ടച്ചില് റിജക്ഷൻ ആണ് മെയിൻ നോക്കാറ്. ഓക്കെ, അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ മാർക്കറ്റ് മൂവ്മെന്റ് പറഞ്ഞത്. അവിടെ നിൽക്കട്ടെ. ട്രേഡിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. മാർക്കറ്റ് എവിടം വരെ വരുന്നുണ്ടോ സാറേ? വരുന്നു പോകുന്നതും എന്താണ് പ്രൈസ് ആക്ഷന്റെ ഡീറ്റെയിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചെന്നുള്ളതായിരുന്നു. സാറ് മാർക്കറ്റ് നമ്മളിപ്പം ഇതന്നെ സിംഗാ നോക്കാം. സിംഗ് ലോവും സിംഗ് ഹൈ തന്നെയാണ് നോക്കാറ്. അതില് ഏതെങ്കിലും താഴെ ഇംബാലൻസ്, ചെറിയ ഇതിൽ ഇംബാലൻസ് ഉണ്ടോ, അതിനാണ് മെയിൻ ആയിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അവസാനം മാർക്കറ്റ് വരുന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഓക്കെ ഫൈസൽ പറഞ്ഞു. അപ്പൊ ഇതിനെ നമുക്ക് സെറ്റ് ചെയ്തു. ഫൈസൽ പറഞ്ഞോ. എന്നാ പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ എന്നല്ല ആണ് പറയുന്നത്. ബേസിക് പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാലും ആക്ച്വലി ഞാനിവിടെ ആക്ച്വലി ഡീകോഡ് ചെയ്യുന്നത് നിങ്ങളിപ്പോ പലരും കണ്ടിട്ടുണ്ടാവും. ICT എന്ന് പറഞ്ഞാൽ ഇന്നർ സർക്കിൾ ട്രേഡർ എന്നുള്ളതാണ്. കേട്ടിട്ടുണ്ടാവല്ലോ അല്ലെ? ഇന്നർ സർക്കിൾ ട്രേഡർ അല്ലെങ്കിൽ SMC എന്നൊക്കെ പറയുന്നത്. അതിൽ ഞാൻ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്യുവർ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്ത് തരുന്നത്. ഞാൻ മുന്നേ ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയും മറ്റൊരു രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു കീ ലെവലാണെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കരുതുക 15 മിനിറ്റിന്റെ ആണ് ഇപ്പൊ എടുക്കുന്നത്. എന്താണ് 15 മിനിറ്റിന്റെ ഒരു കീ ലെവലാണ്. 15 മിനിറ്റിന്റെ ഒരു കീ ലെവൽ, 50 മിനിറ്റ്സിന്റെ ഒരു കീ ലെവലാണ്. ഇതും എന്താണ് 50 മിനിറ്റ്സിന്റെ ഒരു കീ ലെവലാണ്. രണ്ടും 50 മിനിറ്റ്സിന്റെ കീ ലെവലാണ്. ഇത് കീ ലെവൽ ആവാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് ആവാം. ഉദാഹരണത്തിന് ഇപ്പൊ മാർക്കറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ട് പോവാണ്. മുകളിലോട്ട് പോവാന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് ചേഞ്ച് ആവാം. ഇങ്ങനെ ഒരു ട്രെൻഡ് ചേഞ്ച് ആവാം. ഒരു ട്രെൻഡ് ചേഞ്ച് നടന്നൊരു പോയിന്റ് ആവാം. അല്ലെങ്കിൽ എന്താവാം, ട്രെൻഡ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇത് ഇവിടെയാണ് MSS കിട്ടിയിരിക്കുന്നത്. ആ ഒരു ലെവലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ട്രെൻഡ് ചേഞ്ച് ആവാം എന്നുള്ള ലെവലിലേക്കാണ് ഞാൻ പറയുന്നത്. ഒരു കീ ലെവൽ MSS ആവാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ 6 പോയിന്റിൽ പെട്ട എന്തെങ്കിലും പ്രധാനപ്പെട്ട 1-2 ഏരിയാസോ അല്ലെങ്കിൽ ഇത് ചേർന്നൊക്കെ ആയിരിക്കും. ഇതും അതുപോലെ തന്നെയാണ്. അവിടെ നിന്ന് ഒരു റിവേഴ്സൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനും ഈ ഒരു 6 പോയിന്റിൽ പെട്ട എന്തെങ്കിലും കാര്യം കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ട്രേഡ് എടുക്കാൻ വരുന്നതിന് മുന്നേ എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിരുന്നത്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി തന്നെ നോക്കുക. കീ ലെവൽസ്, ഒപ്റ്റിമം കീ ലെവൽ അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലുള്ള കീ ലെവൽ 15 മിനിറ്റിന്റെ ആണ് നിങ്ങൾ അനാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ 15 മിനിറ്റിന്റെ 2 കീ ലെവലുകൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോ തന്നെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 15 മിനിറ്റിന്റെ നിങ്ങൾക്ക് താഴോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം കാണിച്ചു തരാം. ഇപ്പൊ ഇതിൽ തന്നെ ഞാൻ കാണിക്കുന്നത് എന്താണ്? 1 ഇതാണ്, 2 ഏതാണ്, ഇതാണ്. ഇപ്പൊ എന്തായി? നിങ്ങൾക്ക് 15 മിനിറ്റിന്റെ എന്ത് കിട്ടി? ഒരു ഹൈ ആൻഡ് ലോ കിട്ടി, ഇല്ലേ? ഒരു ഹൈ ആൻഡ് ലോ കിട്ടി. ഈ ഹൈ ആൻഡ് ലോയിൽ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടില്ല? MSS കിട്ടിയിട്ടുണ്ടോ? MSS കിട്ടിയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. അതായത് മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് മുകളിലേക്ക് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ,
അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ നിൽക്കുന്ന ഇതല്ല. ആക്ച്വലി നിങ്ങൾക്ക് അത് MSS കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ പറയാൻ നിൽക്കുന്നത് അതല്ല. ആക്ച്വലി മാർക്കറ്റ് ഇവിടെ നിന്ന് ഇപ്പൊ നോക്കിയാൽ കാണാം ഈ ഒരു ഹൈയുടെ പ്രത്യേകത കൂടി നോക്കിയാൽ കാണാം. ഈ ഹൈയിൽ നിന്ന് റിവേഴ്സൽ ഉണ്ട്. നോക്കിയാൽ കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ കീ ലെവൽ ഇവിടെ ഉണ്ട്. ഇല്ലേ? കീ ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞ കീ ലെവൽ ഇവിടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കീ ലെവൽ ഇവിടെ ഉണ്ട്. അതായത് 6 പോയിന്റിൽ ഇതുണ്ട്. മനസ്സിലായല്ലോ? ഇവിടെ എന്തുണ്ട്? നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കിട്ടി. ഇനിയിപ്പോ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ദേ നേരത്തെ പറഞ്ഞ ഒരു കീ ലെവൽ. അതെന്താണ്? റീടെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയ. റീടെസ്റ്റ് ചെയ്യാത്ത ഒരു ഏരിയ. ഓക്കെ, മാർക്കറ്റ് ഇറങ്ങി വന്നു. മനസ്സിലായോ? കീ ലെവൽ അടയാളപ്പെടുത്തുന്നത് മനസ്സിലായപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കീ ലെവൽ അടയാളപ്പെടുത്തുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ നോക്കിയാൽ കാണാം ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു 50 മിനിറ്റ്സിന്റെ ഒരു കീ ലെവൽ ഇവിടെയും ഒരു കീ ലെവൽ ഇവിടെയും. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ളതൊക്കെ എന്താണ് ആക്ച്വലി? ഇതിന്റെ ഉള്ളിൽ സംഭവിക്കുന്നതൊക്കെ ആക്ച്വലി എന്താണ്? ഇന്നർ ട്രേഡ് അല്ലെങ്കിൽ എന്താണ്? നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ ICT എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ മീനിങ് ആണ് പറയുന്നത്. ഇന്നർ സർക്കിൾ ട്രേഡ് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കീ ലെവലിന്റെ ഉള്ളിൽ നടക്കുന്ന മൂവ്മെന്റ് ആണ് ഈ കാണുന്നത്. പ്രൈസ് മൂവ് ചെയ്യപ്പോഴും എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ ഈ ലെവൽ വിട്ട് കഴിഞ്ഞിട്ട് നേരത്തെ എന്ന് വെച്ചാൽ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇതാണ് പ്രൈസിന്റെ ആക്ച്വൽ മൂവ്മെന്റ്. ഇങ്ങനെ തന്നെയാണോ? ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ തന്നെയല്ലേ? ഹയർ ടൈം ഫ്രെയിമിൽ സംശയം ഉണ്ടെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ പോയി നോക്കാം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് കിട്ടുന്ന മൂവ്മെന്റുകളാണ്. ഇവിടേക്ക് എത്തി മാർക്കറ്റ്, അതായത് അടുത്ത കീ ലെവലിലേക്ക് സപ്പോർട്ടിൽ നിന്ന് റെസിസ്റ്റൻസിലേക്ക് എത്തി. റെസിസ്റ്റൻസിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിന്നിട്ട് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? റിജക്ഷൻ പ്രതീക്ഷിക്കാം. റിജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റിവേഴ്സലിനെയാണ് ഞാൻ പറയുന്നത്. റിജക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സൽ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ റിയാക്ഷൻ പ്രതീക്ഷിക്കാം. റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു റിയാക്ഷൻ തന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോവാം. അതുപോലെ തന്നെ എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം? ഇതിന്റെ ഉള്ളിൽ കുറച്ചു നേരം നിന്നിട്ട് ഒന്ന് കളിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ? കുറച്ച് കളിക്കുന്നതും പ്രതീക്ഷിക്കാം. ഓക്കെ, ഇവിടെ ആദ്യത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റ് ഇവിടെ എത്തി 6 പോയിന്റിൽ നിന്നിട്ട് ഒരു റിയാക്ഷൻ കാണിക്കുന്നു. റിയാക്ഷൻ കാണിക്കുമ്പോൾ ഇപ്പൊ നേരത്തെ ഇർഷാദ് പറഞ്ഞത് ഒരു റിയാക്ഷൻ കാണിക്കുന്നു. റിയാക്ഷൻ കാണിക്കുക എന്ന് പറയുമ്പോൾ അത് 6 പോയിന്റിൽ ഏതെങ്കിലും ഒരെണ്ണം ആണെങ്കിൽ എന്തായിരിക്കും? ഇർഷാദ് നേരത്തെ പറഞ്ഞ പോലെ ആളെ കൂട്ടാൻ വരും. ഇർഷാദ് ആളെ കൂട്ടാൻ വരും. മനസ്സിലായോ ഇർഷാദ്? ആളെ കൂട്ടാൻ വരും. അതെ 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 അതെ. ആളെ കൂട്ടാൻ വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? മാർക്കറ്റ് പോകും. ആളെ കൂട്ടാൻ വരിക എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്യാണ് മാർക്കറ്റ് ആദ്യത്തെ ലക്ഷ്യം. ഫസ്റ്റ് എയിം എന്താണ്? ആദ്യം ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഹൈയുടെ ലോ ഇതാണ്. ഇതിനെ ബ്രേക്ക് ചെയ്യാന്നാണ് മാർക്കറ്റിന്റെ ലക്ഷ്യം. അതിന്റെ താഴെ നമ്മൾ പറഞ്ഞ എന്തുണ്ടായിരിക്കണം? 6 പോയിന്റിൽ പെട്ട ഏതെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ? പക്ഷെ മനസ്സിലായോ? ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് മോള് മാർക്കറ്റ് കയറുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയി ക്ലിയർ ആയി ക്ലിയർ ആയി. ക്ലിയർ ആയോ? അപ്പൊ എന്തുണ്ടായിരിക്കണം? അപ്പോഴും നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ആ 6 പോയിന്റ്സ് തന്നെയാണ്. ആ 6 പോയിന്റിൽ ഒന്നുണ്ടായിരിക്കും. ഓക്കെ, ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിന്റെ രണ്ടാമത്തെ കാര്യമാണ്. മാർക്കറ്റ് ഇറങ്ങി വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇറങ്ങി വന്നതിന് ശേഷം ഒന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നു. ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടോ? കണ്ടിട്ടില്ലേ? എത്ര ആള് കണ്ടിട്ടുണ്ട്? ആ ഇറങ്ങി വരുന്ന ഏരിയയിലും ഒരു കീ ലെവൽ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? കൂടുതലും ഉണ്ടാവാനുള്ള സാധ്യത ഉള്ള എന്തായിരിക്കും? ഒരു ഇംബാലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇവിടെ 1-2 തവണ നിന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 6 പോയിന്റിൽ തന്നെ ഉള്ള ഒരു 1-2 തവണ ഇവിടെ നിന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അടുത്താണ് മാർക്കറ്റ്. ഇനി എവിടേക്കാണ്? നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇനി മാർക്കറ്റിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു 50% വരെയെങ്കിലും മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. എന്തുകൊണ്ടാണ് 50% വരാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഷിഫ്റ്റ് കിട്ടിയില്ല. ഇത് ഇവിടെ തന്നെ ആവണമെന്നില്ല കേട്ടോ. ഈ സൈഡിൽ നിന്നും ആവാം നമുക്ക്. ഇത് ഇങ്ങനെയും ഷിഫ്റ്റ് കിട്ടാം. ഇതില്ലെങ്കിൽ ഇത് ചിലതിലൊന്നും ഇതുണ്ടാവില്ല. ഷിഫ്റ്റ് കിട്ടി
എന്താണ് ഇങ്ങനെയും ഷിഫ്റ്റ് കിട്ടാം, MSS ഇങ്ങനെയും കിട്ടാം. നേരത്തെ പറഞ്ഞത് ക്ലാസിക്കൽ എക്സാം, ഇത് ഇന്റേണലാണ് ഇപ്പൊ കാണിച്ചത്. നേരത്തെ പറഞ്ഞത് ഇവിടെ ഷിഫ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി താഴോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഷിഫ്റ്റ് ഇവിടുന്നാലും അവിടെ നിന്നാണെങ്കിലും അടുത്ത മാർക്കറ്റിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 50% മാർക്കറ്റ് വരാനുള്ള ഒരു സാധ്യതയാണ്. 50% എന്ന് വെച്ചാൽ ഈ ലെഗ് ടു ഈ ലെഗ് വരെ 50% വരാനുള്ള സാധ്യതയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മാർക്കറ്റിന് ബൈ ചെയ്ത് കൊടുത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ തന്നെ കൺസെപ്റ്റ്, ബൈ ആൻഡ് സെല്ല് ചെയ്ത ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന് ബാലൻസ് ഉള്ള ഓർഡേഴ്സ് അല്ലെങ്കിൽ അവിടെ വിൽക്കാനോ വാങ്ങാനോ ഉള്ള ആളുകളിൽ നിന്ന് ബാലൻസ് ഉള്ള എടുത്തിട്ട് പോകാനാണ് മാർക്കറ്റ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മാർക്കറ്റ് വരാനുള്ള സാധ്യത മിക്കവാറും 50%-ലേക്കാവും. പക്ഷെ 50% എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല. കാരണം എന്താണ്, അവിടെയും ഈ നേരത്തെ പറഞ്ഞ 6 പോയിന്റ് ആയ കീ ലെവൽസ് ഉണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോകും. എന്തോ ഇങ്ങനെ കയറിപ്പോകും, മുകളിലോട്ട് കയറിപ്പോകും. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വരച്ചു വരേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചത്. ചിലപ്പോൾ മാർക്കറ്റ് ഇവിടം വരെ വന്നു, ഇതിനെ ബ്രേക്ക് ചെയ്യാതെ ഇവിടം വരെ വന്നിട്ട് വീണ്ടും കാണാം മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്നത്. കണ്ടിട്ടുണ്ടോ? അങ്ങനെയും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ ഒരു വരവ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 50%-ന്റെ താഴെ എന്തെങ്കിലും കീ ലെവൽ ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഒരു കീ ലെവൽ ഉണ്ടെങ്കിൽ മാർക്കറ്റ് അടുത്ത സ്വഭാവം കാട്ടും. എന്താണ്, ഇവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് കയറും. മുകളിലോട്ട് കയറിയിട്ട് വന്ന ലെവലിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് വരും. അപ്പൊ എന്തായി മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്തായി? ഈ ഒരു കണ്ടീഷൻ എന്തായി? ഇതെന്താണ് സാധ്യത? എന്താണ് സാധ്യത? റിവേഴ്സലിന് സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഞാൻ റിവേഴ്സലിന് സാധ്യത കൂടുതലാണെന്ന് പറയുന്നത് കാരണം 50%-ലേക്ക് മാർക്കറ്റ് വന്നു. അതായത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഐഡിയലായ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പ്ലേസ് എന്ന് പറയുന്നത് 50% ആണ്. 50%-ലെ കീ ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിൽ പോയി. പക്ഷെ അതിനു മുന്നേ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു കീ ലെവൽ, ആ ഒരു കീ ലെവലിന്റെ ഹൈനെ എടുത്തിട്ട് മാർക്കറ്റ് സഡൻ ഒരു മൂവ്മെന്റ് താഴോട്ടേക്ക് വന്നിട്ട് ഇവിടെ ഒരു കീ ലെവൽ ഉണ്ടായി. വീണ്ടും ആ കീ ലെവല് ഇവിടെ ഒരു കീ ലെവൽ ഉണ്ടായി. ആ കീ ലെവലിൽ നിന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്ത അടുത്ത കീ ലെവലിലേക്ക്, വീഴ്ചയിൽ വീണ കീ ലെവലിൽ നിന്ന് വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് വരിക എന്ന് പറയുമ്പോൾ സോ വാട്ട് വിൽ ഹാപ്പൻ? എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ICT എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ അവസാനിച്ചു. ആർക്കെങ്കിലും മനസ്സിലായോ ഞാൻ പറഞ്ഞതിൽ? എന്താണ്, ഒരു കീ ലെവലിൽ നിന്ന് മുകളിൽ നിന്ന് ഞാൻ പറയാം, ഒരു കീ ലെവലിൽ നിന്ന് ഒരു കീ ലെവലിലേക്ക് വന്നു, വീണ്ടും ഒരു കീ ലെവലിലേക്ക് വന്നു, വീണ്ടും ഒരു കീ ലെവലിലേക്ക് വന്നു, വീണ്ടും എന്തൊരു കീ ലെവലിലേക്ക് വന്നു. ഇത് കീ ലെവലാവാനുള്ള കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിട്ടും ഹയർ ടൈം എക്സ്ട്രീം റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തില്ല. വീണ്ടും താഴോട്ടേക്ക് വന്ന് അടുത്ത കീ ലെവലിലേക്ക് വന്നു, വീണ്ടും കീ ലെവലിലേക്ക് വന്നു. അവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് വരും. സോ എന്താണ് ഇപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായി? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ? മനസ്സിലായോ ആർക്കെങ്കിലും? ഒന്ന് കൈവന്നിച്ചാൽ മതി. ആർക്കെങ്കിലും മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? ആർക്കെങ്കിലും ഒന്ന് കൈവന്നിച്ചാൽ മതി. എന്തെങ്കിലും ഒന്നും മനസ്സിലായില്ല? ആർക്കും ഒന്നും മനസ്സിലായില്ല? ഇല്ല സാറേ, കിട്ടിയിട്ടില്ല. ശരി പറയാം. പ്രൈസ് ആക്ഷൻ കറക്റ്റ് എങ്ങനെയാന്ന് വരുന്നതാണ് സാർ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ. കാരണം കീ ലെവലിൽ ഓരോ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഓരോ നമുക്ക് പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ നസീറ പറഞ്ഞതിന്റെ കുറച്ച് മുന്നേ പറയാം, കുറച്ച് കാര്യം അറിയില്ല. ഈ പ്രൈസ് ഇവിടേക്ക് വരണമെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും? ഇവിടെ പ്രൈസ് എടുക്കാനുള്ള ഒരു പോയിന്റ് ബാലൻസ് വെച്ചിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. മനസ്സിലായോ? പ്രൈസ് ഇവിടേക്ക് വരണമെങ്കിൽ വീണ്ടും പ്രൈസ് മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെയും പ്രൈസ് എടുക്കാനുള്ള ഒരു പോയിന്റ്, അതിനാണ് കീ ലെവൽ എന്ന് പറയുന്നത്. ഇതായാലും മനസ്സിലായോ? വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ പ്രൈസ് എടുക്കാനുള്ള ഒരു ഏരിയനെ അല്ലെങ്കിൽ അവിടെ ഒരു പ്രൈസ് എടുക്കാനുള്ള ഒരു ഏരിയ ബാലൻസ് വെച്ചിട്ടായിരിക്കും ഈ മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടാവുക. മാർക്കറ്റ് അങ്ങനെയും നടക്കും.
മാർക്കറ്റ് അങ്ങനെ നടത്തും. കാരണം മാർക്കറ്റിന് എപ്പോഴും ഒരു ഇൻഎഫിഷ്യൻസി എവിടെ നോക്കിയാലും കാണും. ഇപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നോക്കിയാൽ കാണും ഇവിടെ ഒരു ഇൻഎഫിഷ്യൻസി ഉണ്ട് ഇല്ലേ, അല്ലെങ്കിൽ ഒരു കീ ലെവൽ ഉണ്ട്. എന്താണ് ഇവിടുത്തെ കീ ലെവൽ നോക്കിയാൽ പറഞ്ഞു, എന്താണ് എന്താണ് ഇവിടുത്തെ കീ ലെവൽ? ഇവിടുത്തെ കീ ലെവൽ എന്താണ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റും? മൾട്ടിപ്പിൾ ടച്ച് ആണ് മൾട്ടിപ്പിൾ ടച്ച് ഒരു കീ ലെവലായിട്ടുണ്ട്. ഇനി ഞാൻ നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് ഈ കീ ലെവല് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ വരച്ച അതേ പാറ്റേണിലേക്കാണ് പോകുന്നത്. ഒന്ന് ഇത് നിങ്ങൾ സ്വയം, ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഒന്നുകൂടി കാണാം, കണ്ടു കഴിഞ്ഞതിന് ശേഷം നോക്കാം. ഞാൻ ഇവിടെയും വരച്ചു ഇവിടെയും വരച്ചു. മാർക്കറ്റ് ഇവിടെ നിന്ന് പോകുന്നതാണ്, ഇവിടെ നിന്ന് പോകുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് 15 മിനിറ്റ്സിന്റെ ആണ്. ഇവിടെ നിന്ന് ഇതിലൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, മാർക്കറ്റ് റിയാക്ഷൻ തന്നിട്ടുണ്ട് ഇല്ലേ? റിയാക്ഷൻ എന്താ തന്നിരിക്കുന്നത്? അവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങിയിട്ടുണ്ട്. ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ലെവലാണത്. നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയ ലെവൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതൊരു കീ ലെവലാണ്. ആണോ? 2 തവണ വന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ആദ്യ തവണ ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും തവണ ആ ലെവലിലേക്കാണ് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഏത്? നേരത്തെ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു പാറ്റേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? 2 തവണ നിന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇത് ബൈ ആയിരുന്നു, ഇത് സെല്ലായിരുന്നു. നോക്കിയാൽ കാണാൻ എന്ത് സംഭവിച്ചിട്ടുണ്ട്? 2 തവണ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്തൊരു കീ ലെവലിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ ഒരു ലെവലിനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല? റെസ്പെക്ട് ചെയ്തിട്ടില്ല. കാണുന്നുണ്ടോ? ഈ ലെവലിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടില്ല. കാണുന്നുണ്ടോ ആരെങ്കിലും? മറിച്ച് എന്താണ്, ഈ ഒരു സ്വിംഗ് ഹൈനെയാണ് റെസ്പെക്ട് ചെയ്തിരിക്കുന്നത്. ആണോ? അല്ലേ? ആണോ? ആരൊന്നും പറയണില്ല. ആണോ? അതെ അതെ അതെ. അപ്പൊ എന്താണ്, ഇപ്പൊ നമുക്ക് എന്തായിട്ടുണ്ട്? ഈ സർക്കിൾ, അതായത് ഈ ഒരു ലെഗിന്റെ ഉള്ളിൽ എല്ലാ പ്രൈസ് ആക്ഷനും നടന്നില്ലേ? ഇമ്പോർട്ടന്റ് ആയ എല്ലാ ഏരിയ ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ട് ചിലപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകട്ടോ. ഇവിടെ ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെ ചെയ്തില്ല എന്ന് പറയാനേ പറ്റുള്ളൂ. ചിലപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ ചെയ്തല്ലോ, കാരണം ഈ ഒരു റിജക്ഷൻ കിട്ടിയതല്ല. നോക്കാം, 5 മിനിറ്റ്സിൽ പോയി നോക്കുന്ന സമയത്ത് എങ്ങാനും നമുക്ക് എന്തുണ്ടാവും? ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല, 5 മിനിറ്റ്സിൽ ചെയ്തില്ലേ? 5 മിനിറ്റ്സ് മിനിറ്റ്സിക്കാണ് എടുക്കുന്നത്. അത് ഡയറക്റ്റ് പോയിട്ട് അതിലേക്ക്. അപ്പൊ എന്തായി? ഈ ഒരു ലെഗിന്റെ പ്രൈസ് ആക്ഷൻ മുഴുവൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? അവിടെയുള്ള ബാലൻസ് ഉള്ള ഓർഡേഴ്സ് മുഴുവൻ കഴിഞ്ഞു. ഇങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ അല്ലെ? കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ? അടുത്ത കീ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം? ഈ ലെഗിന്റെ മുഴുവൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതാണ് ഹൈ അല്ലെ? ഇവിടെ നിന്ന് ഹൈ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇല്ലേ? ഇത് ബ്രേക്ക് ചെയ്താലും ഇത്തിരി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതാണ് ഹൈ. നോക്കുക, ഇത് തന്നെ വെക്കാം, കാരണം ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ലല്ലോ. കറക്റ്റ്, ഓക്കെ, ഇത് തന്നെ വെക്കാം. ഇനി നമുക്കുള്ളത് എന്താണ്? ഒരു പ്രൈസ് ആക്ഷൻ നടക്കുന്നത് എന്താണ്? ഇതിന്റെയും ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് പ്രൈസ് ആക്ഷൻ നടക്കേണ്ടത്. ആണോ? അല്ലേ? അല്ലേ? ആണോ? ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇതിന്റെ ഉള്ളിലാണ് ഇനി പ്രൈസ് ആക്ഷൻ നടക്കുന്നത്. കാരണം ഇപ്പുറത്തെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിലുണ്ട്. ഇനി നടക്കേണ്ടത് ഇതിന്റെ ഉള്ളിലാണ്. നോക്കിയാൽ കാണാം മാർക്കറ്റ് എവിടെയാ വന്നിരിക്കുന്നത്. ഇതെന്ത് ഏരിയ? അതെന്ത് ഏരിയ? ബാലൻസ് വന്നോ? ടെസ്റ്റിംഗ് ലെവലുള്ള ഇംബാലൻസ് ഏരിയ മാർക്കറ്റ് പോയി നോക്കിയാൽ കാണാം. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം. ഈ കാണാം ഇവിടെ ഒരു കീ ലെവൽ നമുക്കിട്ട് അതിന് വന്ന് മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് നിന്നു. ഇവിടെ നോക്കിയാൽ കാണട്ടെ, ഇവിടെ വീണ്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വീണ്ടും നമുക്ക് പറയാം. അവിടെ നിൽക്കട്ടെ. ബോളിൽ പോയി ഇതിനെ ബ്രേക്ക് ചെയ്ത് പോയ സമയത്ത് ഇവിടെ ഒക്കെ നോക്കിയാൽ കാണാം, ഇവിടെ ഒന്നും കീ ലെവലില്ല. ഇനി നടക്കുന്ന കീ ലെവൽ എന്താണ്? നമ്മൾ പറഞ്ഞ എന്താണ്? അടുത്ത കീ ലെവൽ എന്താണ്? സ്വിംഗ് ഹൈ ആണ് അല്ലെ? സ്വിംഗ് ഹൈ അല്ലേ? ഇതിന്റെ ഉള്ളിലൊക്കെ കഴിഞ്ഞില്ലേ? ഇതിന്റെ ഉള്ളിലൊക്കെ കഴിഞ്ഞു. ഇനി സ്വിംഗ് ഹൈ ആണ്. മാർക്കറ്റ് മൂവ് ചെയ്തത് അങ്ങോട്ടാണോ? ആണോ? സ്വിംഗ് ഹൈക്കിലേക്കാണോ? നോക്കിയാൽ കാണാം ഇവിടെ വന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ കാരണം സ്വിംഗ് ഹൈയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ കാരണം എന്താ നോക്കാം. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതെന്താ ഏരിയ? ഇത്
MSS ഉണ്ട്. മാത്രമല്ല ഇവിടെ റീടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ കൂടി എടുക്കുന്നത്. ചെറിയ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോ ഹയർ ടൈം ഫ്രെയിമിലായതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഒരു ചെറിയ കൺഫ്യൂഷൻ വരും ചെറിയ ടൈം ഫ്രെയിമിൽ വരും. കറക്റ്റ് അവിടെ വന്നു ആ കീ ലെവലിലേക്ക് വന്നു. കീ ലെവലിലേക്ക് വന്നിട്ട് ആ ഒരു സിങ്ങിനെ ബ്രേക്ക് ചെയ്തു. സിങ്ങിനെ ബ്രേക്ക് ചെയ്തിട്ട് നോക്കിയാൽ കാണാം. പിന്നത്തെ ക്യാൻഡിലുകൾ നോക്കിയാൽ കാണാം എന്തുണ്ട്, വീണ്ടും അടുത്ത കീ ലെവലിലേക്ക് വന്നു. ഏതാണ് കീ ലെവൽ? മൾട്ടിപ്പിൾ ടച്ച് വന്ന കീ ലെവലിലേക്ക് വന്നു. മാർക്കറ്റ് വീണ്ടും പോയി ഈ സിങ്ങിനെ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് രണ്ടും കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്തത് എന്താണ്, ഈ ഏരിയ ആൻഡ് ഈ ഏരിയ ആണുള്ളത്. ഇതും ഇതാണുള്ളത്. അതിനെ ബ്രേക്ക് നടന്നു വീണ്ടും മാർക്കറ്റ് അടുത്ത ആ കീ ലെവലിലേക്ക് തന്നെ വന്നു. നോക്കുക, വീണ്ടും ഇതേ മാർക്കറ്റ് നോക്കിയാൽ കാണാം എന്താണ്, ഇവിടെ ഒരു കീ ലെവലാണ്. മൾട്ടിപ്പിൾ ടച്ച് വന്ന കീ ലെവലിലേക്ക് വന്നു മാർക്കറ്റ്. അവിടെ നിന്ന് താഴോട്ടേക്ക് വന്ന് എന്താ ചെയ്തു, ഈ ലോയിനെ ബ്രേക്ക് ചെയ്തു. കാരണം ഇതിന്റെ ഉള്ളിലൊന്നുമില്ല, കീ ലെവൽസ് ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തു, ഈ ലോയിനെ ബ്രേക്ക് ചെയ്തു. ഈ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ അടുത്ത എന്താണ്, അടുത്ത കീ ലെവലിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് വന്നു നിൽക്കുന്നത്. അല്ലെ? ആണോ വന്നു നിൽക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് എനിക്ക് എത്രത്തോളം ഭയങ്കര കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഉണ്ട് എനിക്ക്. അല്ല, ഞാൻ പറയുന്നത് കേട്ടിട്ട് പലർക്കും. ഇനിയിപ്പോ നോക്കിയാൽ കാണാം ഇവിടെ എന്താണ്, ഇവിടെ ഒരു കീ ലെവൽ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ ഒരു കീ ലെവൽ ഉണ്ട് ഇല്ലേ? മൾട്ടിപ്പിൾ ടച്ച് വന്ന കീ ലെവൽ ഉണ്ട്. ഇവിടെ ഒരു കീ ലെവൽ ഉണ്ട്. അപ്പൊ ഇനി മാർക്കറ്റ് ഇവിടുന്ന് മൂവ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ സംഭവിക്കാവുന്ന കീ ലെവൽസ് ഏതൊക്കെയാണ്? ഇവിടെ ഒരെണ്ണമുണ്ട്, ഒരു ഇംബാലൻസ് ഉണ്ട്. ഇവിടെ ഒരു ഇംബാലൻസ് പ്ലസ് സപ്ലൈ നടന്നുണ്ട്. ഇംബാലൻസ് പ്ലസ് സപ്ലൈ നടന്നുണ്ട് ഇവിടെ. അപ്പൊ ഇതൊക്കെ നമ്മുടെ കീ ലെവൽസ് ആണ്. ഇനി അടുത്ത കീ ലെവൽസ് മാർക്കറ്റ് എത്താനുള്ള കീ ലെവൽസ് ആണ്. ക്ലിയർ ആയോ? മാർക്കറ്റ് എത്താനുള്ള കീ ലെവൽസ് ഓൾറെഡി ഇവിടേക്ക് മാർക്കറ്റ് എത്തി. അപ്പൊ ഇനിയിപ്പോ അടുത്ത മാർക്കറ്റിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ നിന്ന് നമുക്കൊരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ അടുത്ത നമ്മുടെ നിയറസ്റ്റ് ഏരിയ ഇതാണ്. നിയറസ്റ്റ് ഏരിയ ഇതാണ് അല്ലേ? അടുത്ത നിയറസ്റ്റ് ഏരിയ അതല്ലേ? അത് ഇംബാലൻസിന്റെ ഏരിയ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല അല്ലേ? ഉണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആക്കി തോന്നുന്നുണ്ട് ഞാനിവിടെ. ആർക്കൊക്കെ കൺഫ്യൂഷൻ ആയി എന്ന് പറഞ്ഞേ? അത് കൺഫ്യൂഷൻ, അതും അല്ലേ, കൺഫ്യൂഷനും ഇല്ല, മനസ്സിലാവണമില്ല. അതല്ലേ? ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ക്ലാരിറ്റി കിട്ടിയേ ചെയ്തത്, കൺഫ്യൂഷൻ ഒന്നും ഇല്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ പാറ്റേണിൽ തന്നെ പിടിക്കുക. ഏത്? ഈ ഒരു പാറ്റേണിൽ തന്നെ പിടിക്കുക. ഈ ഒരു പാറ്റേണിൽ പിടിക്കുക. ഈ ഒരു പാറ്റേണിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറൊക്കെ പിടുത്തം കിട്ടും. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ. ഞാനിത് പറയുന്നതിന് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? ഇപ്പൊ പറഞ്ഞ ബാക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം. ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോ മറ്റേ ഗോചാർട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തുക. ഇപ്പൊ ഇതിൽ കീ ലെവൽ മാത്രം മാർക്ക് ചെയ്താൽ മതി കേട്ടോ. കീ ലെവൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഗോചാർട്ടിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് മാർക്ക് ചെയ്യാം. എങ്ങനെ മാർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് കാണുന്നില്ല ഇതാ. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇവിടുന്ന് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യുന്നതിനേക്കാൾ ഇവിടെ നിങ്ങൾ ഇവിടുന്നാണ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും അതിന് മുന്നത്തെ കീ ലെവൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് എന്തുകൊണ്ട് ക്രിയേറ്റ് ആയെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നോക്കുന്ന സമയത്ത് ഇതാണ് നിങ്ങളുടെ പ്രീവിയസ് കീ ലെവൽ. ഓക്കെ, പ്രീവിയസ് കീ ലെവൽ ഇതാണ്. അതുപോലെ തന്നെ ഈ ഒരു ലെഗിൽ ഇതിന്റെ മുകളിൽ നിൽക്കുന്ന കീ ലെവൽ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അപ്പോൾ ഇതിന്റെ മുകളിൽ ഇപ്പൊ തൽക്കാലം ഒന്നും കാണുന്നില്ല. ഇപ്പൊ ഞാനിത് ഇങ്ങനെ വരച്ചിടാം. ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്? മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കാണ്. എങ്ങനെ മനസ്സിലായി? ഓക്കെ, MSS കിട്ടി. ഇനി ഇവിടുന്ന് തന്നെ നമ്മൾ അനാലിസിസ് തുടങ്ങും. MSS കിട്ടിക്കഴിഞ്ഞ് ഇവിടെ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യുന്നതിനേക്കാൾ മുന്നേ എന്ത് സംഭവിച്ചിട്ടുണ്ട് നോക്കാം. എന്താണ്? ഒരു കീ ലെവലിൽ നിന്ന് മാർക്കറ്റ് പോയില്ലേ? ഓക്കെ, ഇതിന്റെ താഴെ ഒരു കീ ലെവൽ ഉണ്ടോ? ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു കീ ലെവലിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. കാരണം നമുക്ക് മൾട്ടിപ്പിൾ ടൈം ആയിട്ട് മാർക്കറ്റ് നിന്നൊരു ലെവലാണ്. കൂട്ടാം. നമുക്ക് അവിടെ നിൽക്കട്ടെ. എന്താണ്? ഇവിടെ നമുക്ക് കൂട്ടാം. ഇവിടേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. എത്തുമെന്ന് പറയാൻ പറ്റില്ല. എത്തിയോ? അതെ, എത്തിയില്ലേ? ഇല്ല. ഓക്കെ, എത്തിയിട്ടില്ല.
എന്തായി മാർക്കറ്റ് ഇവിടെ വന്നു. ഇവിടെ നിന്നൊരു കീ ലെവൽ എടുത്തു കഴിഞ്ഞു. കീ ലെവൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കാം, പിന്നെ അടുത്ത ലെവലിലേക്ക് നോക്കാം നമുക്ക്. ഇതെന്താണ്, ഇതിന്റെ ഉള്ളിൽ ഇവിടെ ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്. അവിടെ നിന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ട്, വീണ്ടും താഴോട്ടേക്ക് വന്നു. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, കണ്ടോ? ഇതിലൊരു ഇംബാലൻസ് ഉണ്ട്, കണ്ടോ? മാർക്കറ്റ് ഉണ്ടോ, മുകളിലോട്ട് പോയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്. ആ ഇംബാലൻസിൽ വന്ന് ഹിറ്റായോ എന്നൊരു സംശയം എനിക്ക്. ഓക്കെ, കറക്റ്റ് വന്ന് ഹിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും താഴോട്ടേക്ക് വന്നു. എവിടേക്ക് വന്നു, ഒരു ഇംബാലൻസിലേക്ക് വന്നു. വീണ്ടും മാർക്കറ്റ് പോയിട്ട് എന്താണ്, അടുത്ത ഇംബാലൻസിലേക്ക് മാർക്കറ്റ് സഞ്ചരിച്ചു, ഇല്ലേ? ഈ ലെവലിലേക്ക് മാർക്കറ്റ് സംഭവിച്ചു. സഞ്ചരിച്ചു കഴിഞ്ഞിട്ട് ഇത് തിരിച്ചിറങ്ങിയിട്ട് ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു മൾട്ടിപ്പിൾ ലെവല് നിന്നു. പക്ഷെ ആക്ച്വലി അത് ഇംബാലൻസിലേക്ക് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങണ്ടായിരുന്നു, ഇറങ്ങാണ്ട് ഇവിടെ തന്നെ നിന്നു. അതിനുള്ള കാരണം ചിലപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയോ? കിട്ടിയോ നോക്കിയോ, കണ്ടോ? കിട്ടിയോ? ഈ കാരണം കിട്ടിയപ്പോ മനസ്സിലായോ? ഇവിടെ വന്ന് നിന്നിട്ട് മാർക്കറ്റ് എന്തുകൊണ്ട് മുകളിൽ കയറി പോയി എന്നുള്ളതിന്റെ കാരണം മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ, അവിടെ നിൽക്കട്ടെ. വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി. മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുന്നതിന്റെ സമയത്ത് ഈ ഒരു ഇംബാലൻസിനെ റെസ്പെക്ട് ചെയ്യാതെ അങ്ങോട്ട് എത്താതെയാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് അടുത്ത സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ എന്താണ്, ഈ ഒരു ബ്രേക്ക് കിട്ടിയ ഏരിയയാണ്, BOS കിട്ടിയ ഏരിയ. അടുത്ത കീ ലെവലാണ്. അവിടെ നിന്ന് മാർക്കറ്റ് കയറിപ്പോയിട്ട് ഹൈനെ ബ്രേക്ക് ചെയ്തു. ഹൈനെ ബ്രേക്ക് ചെയ്ത സമയത്ത് എന്തായി, നമ്മുടെ ലോ ഷിഫ്റ്റ് ചെയ്തു, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് മാത്രം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഓരോ തവണ ചെയ്യുമ്പോഴും എന്താണ്, ഈ കീ ലെവലിൽ നിന്ന് താഴോട്ടേക്ക് വന്നു, ഓക്കെ. ഇങ്ങനെ മാർക്ക് ചെയ്തണം. ഈ കീ ലെവലിൽ നിന്ന് താഴോട്ടേക്ക് വന്നു, ഓക്കെ. ഈ കീ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോയി. ഈ കീ ലെവലിൽ നിന്ന് താഴോട്ടേക്ക് വന്നു. ഈ കീ ലെവലിൽ നിന്ന് മുകളിലോട്ട് പോയി. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കണ്ടല്ലോ, ഇത് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്ന റീടെസ്റ്റ് മാത്രമല്ല, ഇവിടെ ഒരു ഇന്റേണൽ MSS വന്നായിരുന്നു, അതിന് റീടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരു ഇംബാലൻസ് പ്ലസ് ഇന്റേണൽ MSS വന്നായിരുന്നു. അത് നോക്കിയാൽ കറക്റ്റ് വന്നിട്ട് മാർക്കറ്റ് വന്ന് എടുത്തു പോയി. എത്ര നാൾ കഴിഞ്ഞിട്ട് എടുത്തു പോയത്? കാണുന്നുണ്ടോ? വീണ്ടും അതിന്റെ ബ്രേക്ക് കാണുന്നുണ്ടോ? എത്ര നാൾ കഴിഞ്ഞിട്ട് എടുത്തു പോയത്? കാണുന്നുണ്ടോ? അപ്പൊ കീ ലെവൽസ് ഐഡന്റിഫൈ ചെയ്യലാണ് അടുത്ത പരിപാടി. ഞാൻ എന്തിനാ പറയുന്നത് മനസ്സിലായി ആർക്കെങ്കിലും? എന്തിനായിരിക്കും ഞാൻ പറയുന്നത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞ എന്തിനായിരിക്കും പറയുന്നത്? ആരെങ്കിലും ഒന്ന് പറയും. അവസാനിപ്പിക്കാനായി എനിക്ക് ഇവിടെ, എനിക്ക് 5:30 ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കറക്റ്റ് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ ആദ്യം പറ്റും. രണ്ടാമത് കീ ലെവൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്താണ്ടാവോ? നല്ല ട്രേഡ് കിട്ടും. നല്ല ട്രേഡുകൾ കിട്ടും. കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താ, ഇപ്പൊ നേരത്തെ നസീറ പറഞ്ഞ പോലെ കുറച്ചും കൂടി നിങ്ങൾക്ക് അറിയാം മാർക്കറ്റ് ഈ കീ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അടുത്ത കീ ലെവലിലേക്ക് സഞ്ചരിക്കും. അപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇന്ന സ്ഥലത്ത് എത്തി കഴിഞ്ഞാൽ ചെറിയൊരു റിവേഴ്സൽ കിട്ടാനുള്ള അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അവിടെ ഒരു ട്രെൻഡ് ലൈൻ അതിൽ കൂടെ പോവുകയാണെങ്കിൽ ഒരു ട്രേഡ് എടുക്കാം. നെക്സ്റ്റ് കീ ലെവൽ വരെ വെച്ചിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതേ കണ്ടില്ലേ, കറക്റ്റ് ഇംബാലൻസ് വന്നു, കണ്ടോ? കറക്റ്റ് ഇംബാലൻസിലേക്ക് മാർക്കറ്റ് എത്തി. ഒരു കീ ലെവലിൽ നിന്ന് കറക്റ്റ് ഇംബാലൻസിലേക്ക് മാർക്കറ്റ് എത്തി. അപ്പൊ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനോ കാര്യങ്ങളോ അവിടെ പോകുന്നുണ്ടെങ്കിൽ വയ്ക്കാം. പിന്നെ നോക്കാം നിങ്ങൾക്ക് എന്താണ് അടുത്ത എന്താണ് ഇപ്പൊ ഇവിടെ നോക്കാം. ഇപ്പൊ ഞാൻ നേരത്തെ എൽദോന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. ഒരു കീ ലെവലായിരുന്നു ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ട്രേഡ് നമുക്ക് ഫേവറബിൾ ആവാനുള്ള കാരണം അതാണ്, ഒരു കീ ലെവലാണ്. ഓക്കെ, സപ്പോസ് ലാസ്റ്റ് സെല്ലിംഗ് ആൻഡ് ബൈയിങ് ആൻഡിൽ വന്നു, ഇത് എവിടേക്ക് റീടെസ്റ്റ് വന്നു, വീണ്ടും ഇത് എവിടേക്ക് വന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കീ ലെവൽ, അതിന്റെ അടുത്ത് കൂടെ ട്രെൻഡ് ലൈൻ പോയി. സോ നമുക്ക് എന്താണ് അടുത്ത എന്താണ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്താണ്, നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് കിട്ടി. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഇതാണ് നമ്മുടെ ഏറെക്കുറെ ഇത് തന്നെയാണ് നമ്മുടെ എന്ത് വരുന്നത്, നമ്മുടെ ടാർഗറ്റ് വരുന്നത്. ഇംബാലൻസ് ഉണ്ട്. ഉണ്ട്, അതേ പറഞ്ഞ ബാലൻസ് എന്ന് വെച്ചാൽ ഈ ഒരു കീ ലെവലിന്റെ മുകളിലേക്കാണ് വെച്ചിരിക്കുന്നത്. അവിടേക്കാണ് വെച്ചിരിക്കുന്നത്. ഇവിടേക്ക് താഴ്ചക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിന് ഒരു അത്യാവശ്യം സ്ട്രീം ലെവലുള്ള കീ ലെവലിനെ ചെയ്തിട്ട് പോയിരിക്കുന്നു. പക്ഷെ
ഇവിടം വരെ എത്താനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു 3 ടച്ച് ഉണ്ട്, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പൊ ഇവിടം വരെ എത്തും എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് കയറി പോയിരിക്കുന്ന അത്യാവശ്യം മോശമില്ലാത്തൊരു കീ ലെവലിൽ നിന്നാണ് കയറി പോയത്. എന്നാൽ പോലും നോക്കിയാൽ കാണാൻ മോളിൽ പോയിട്ട് വീണ്ടും താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് കയറി പോകുന്നത്. അതായത് എടുക്കാനുള്ള ഏരിയാസിന് മുഴുവൻ എടുത്ത് അപ്പോഴേ മാർക്കറ്റ് പോകും. ഇല്ലെങ്കിൽ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, എപ്പോഴെങ്കിലും ആ ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തും. നേരത്തെ ഇപ്പൊ കണ്ടില്ലേ എന്തോരം മോളിൽ പോയിട്ടാണ് കറക്റ്റ് എടുത്തിട്ട് പോയത്. ഈ ഒരു ബ്ലൂ ലൈൻ്റെ ഏരിയ കറക്റ്റ് എടുത്തിട്ട് മോളിൽ പോയത്. അത് കുറേ ലോങ് കിട്ടിയതാണ്. അപ്പോ ഈ കീ ലെവല് നിങ്ങൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ക്ലിയർ ആയോ? പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? ഇങ്ങനെ ഓരോ ഇതിങ്ങനെ തരുന്നുണ്ട്. പക്ഷേ ആരും നസീറ് വേഗം കൈതാക്കി. പറ്റുമോന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞു. അല്ല ഞാന് പറ്റും സാറേ. ഞാൻ ആ നേരത്തെ പൊക്കി കഴിയാണ്ട് താത്തിയത്. കഴിഞ്ഞു കുറെ നേരം അല്ല പറ്റും, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ ഞാനിത് കുറെ ടൈം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് നോക്കാം. അത് വന്നിട്ടില്ലായാലും എല്ലാം കറക്റ്റ് അതിങ്ങനെ പാസ് ചെയ്ത് പോകും ഓരോ ഇംബാലൻസിന്. അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അഡീഷണൽ വർക്ക് അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് പറ്റുമോ? ആർക്കൊക്കെ പറ്റും? ആർക്കൊക്കെ പറയൂ. ഇത് ഭയങ്കര പണിയല്ലോ. സ്കൂളിൽ പോലും 10ാം ക്ലാസ്സിൽ പോലും ഇങ്ങനെ പഠിച്ചില്ല എന്നുള്ള ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ? പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? മാർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റണത് ഞാൻ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്ട്രാറ്റജിയിൽ മാത്രം ഇങ്ങനെ കുടുങ്ങിക്കെടുക്കും. നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് ഇവിടെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രാറ്റജിയിലേക്ക് മാത്രമായിട്ട് കിടക്കും. ക്ലിയർ ആവുന്നുണ്ടോ? സാർ ഇത് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവോ? റെക്കോർഡ് ഉണ്ടാവും. റെക്കോർഡ് എന്ന് വെച്ചാല് ലൈവ് ഉണ്ടാവും. ഓക്കെ. ലൈവ് ഉണ്ടായിരിക്കും. അപ്പൊ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് അങ്ങനെയാണെങ്കിൽ അവസാനിപ്പിക്കാം. 5:30 ഇപ്പൊ എന്തെങ്കിലും പറയണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ. ആർക്കെങ്കിലും ഉണ്ടോ പറയാൻ? ഞാൻ ഒരു കാര്യം ചോദിക്കാനായിരുന്നു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ അവിടെ ലൈവ് ട്രേഡ് എടുക്കുന്നതിനെ കുറിച്ച് ആരെന്നോ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്താണ് വന്നത്. എന്താന്ന് മനസ്സിലായില്ല. ലൈവ് ട്രേഡ് അതായത് റിയൽ ട്രേഡ് എടുക്കുന്നതിനെ കുറിച്ച് എന്തോന്ന് പറഞ്ഞിട്ടാണ് സാർ ആ സമയത്താണ് വന്നത്. കുറച്ച് ലേറ്റ് ആയി പോയി. അല്ല, റിയൽ ട്രേഡ് എന്ന് വെച്ചാൽ ഈ ഒരാഴ്ചയും കൂടി നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്യുക. അടുത്ത തിങ്കളാഴ്ച മുതൽ റിയൽ ട്രേഡ് എടുക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഒന്ന് ലൈവ് കണ്ടാ അറിയാം. ലൈവിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ടാ പറയാം കേട്ടോ. ഓക്കെ, ആർക്കും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, എന്നാ ശരി.